ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ടതായ മദീനയിലേക്ക് വന്ന് ഇസ്ലാമികമാകുന്ന പ്രബോധനം നടത്തി നിലകൊള്ളവേ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളും ആശയങ്ങളും ജനങ്ങളിലേക്ക് നൽകി അവരെയൊക്കെ സംസ്കാരത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന് നിലകൊള്ളവേ മദീന പള്ളിയുടേതാകുന്ന പരിസരത്തേക്ക് ഒരു സഹോദരൻ നടന്നു വരികയാണ്. മന്ദം നടന്നു വരുന്നു. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നതാകുന്ന കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിന്റെ പോക്ക്? അപ്പോൾ ആ കൂട്ടുകാരോട് അവൻ പറഞ്ഞു, ഞാൻ പോകുന്നത് മദീനയിലേക്കാണ്. മദീനയിലെ രാജകുമാരനാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനാണ്. മുശ്രിക്കാകുന്ന ഈ വ്യക്തി നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ കൂട്ടുകാര് ചോദിച്ചു, എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു. കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ മുസ്ലിം ആകാൻ ഉദ്ദേശിക്കുന്നു, ഇസ്ലാം മതം പുൽകാൻ പോവുകയാണ്. കൂട്ടുകാര് വീണ്ടും ചോദ്യം ആവർത്തിച്ചു, നീ മുസ്ലിമായി കഴിഞ്ഞാൽ നിനക്കുണ്ടാവുന്നതാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് നിനക്കറിയാമോ? അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നാശനഷ്ടങ്ങൾ? 5 വഖ്ത് നമസ്കാരം നിർവഹിക്കേണ്ടി വരും. കൃത്യമായി അല്ലാഹു ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നീ നിർബന്ധിതനാകും. മുഹമ്മദിന്റേതാകുന്ന ദൈവം അല്ലാഹുവാൻ. ആ അല്ലാഹുവിന്റെ മുന്നിൽ 5 വഖ്ത് നീ തലകുനിക്കേണ്ടി വരും. ഈ മനുഷ്യൻ പറഞ്ഞു, അതിന് പ്രശ്നമല്ല, ഞാനതിന് സന്നദ്ധനാണ്. മുന്നോട്ട് പോകുമ്പോ അടുത്ത കൂട്ടുകാരൻ ചോദിച്ചു, നിനക്കറിയില്ലേ നിന്റെ കയ്യിലുള്ളതാകുന്ന സമ്പത്ത് കൊടുക്കേണ്ടി വരും. പാവപ്പെട്ടവർക്ക് ഇന്ന് അവകാശപ്പെടുന്നതാകുന്ന സമ്പത്ത് എന്ന നിലയ്ക്ക് നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണവും വെള്ളിയും ഒക്കെ പാവപ്പെട്ടവർക്ക് മുഹമ്മദ് ചോദിച്ചു. അത് കൃത്യമായി സക്കാത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നൽകും. അദ്ദേഹം പറഞ്ഞു, അതും നല്ലതല്ലേ, പാവപ്പെട്ടവർക്ക് നൽകുന്നതല്ലേ, ഒരു പ്രശ്നവുമല്ല. മുന്നോട്ട് വീണ്ടും നടക്കുമ്പോ അടുത്ത ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അവൻ പറഞ്ഞു, മുഹമ്മദ് പറയുന്നതാകുന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതാകുന്ന വ്യക്തികളോട് കടുത്ത നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. പലിശയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നീ നയിക്കുന്ന വ്യക്തിയാണ്. നിനക്കിനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റൂല നിന്റെ ജീവിതത്തിൽ. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കത് പ്രശ്നമല്ല, ഞാൻ അതും നിർത്താൻ തയ്യാറാണ്. മുന്നോട്ട് പോകുന്നതാകുന്ന സഹോദരനെ വീണ്ടും തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോയാൽ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മുഹമ്മദിന്റെ കയ്യിൽ അകപ്പെട്ടു പോയാൽ നീ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ മറ്റൊരു വസ്തുത, നിനക്ക് ശാരീരികമാകുന്ന ബന്ധപ്പെടൽ അഥവാ വ്യഭിചാരം നടത്തൽ നിനക്ക് പറ്റൂല. നിന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായി, മറ്റൊരു സ്ത്രീയുമായി, പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം നീ ഇതുവരെ പുലർത്തിക്കൊണ്ടിരുന്നവനാണ്. ഇന്നലെ വരെ തൊട്ടുനിന്നതാകുന്ന സുന്ദരികളാകുന്ന തരുണിമണികളാകുന്ന സൗദി അറേബ്യയിലുള്ളതാകുന്ന സുന്ദരികളാകുന്ന പെണ്ണുങ്ങളുമായി ചങ്ങാത്തം പുൽകുകയും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതാകുന്ന സഹോദരനോട് ഇത് പറയുമ്പോ ആ സഹോദരൻ യാതൊരുവിധ മടിയുമില്ലാതെ അദ്ദേഹം കാലുകൾ മുമ്പോട്ട് തന്നെ എന്ന നിലയ്ക്ക് കൊണ്ട് അദ്ദേഹം കുതിക്കുകയാണ്. എനിക്കത് പ്രശ്നമല്ല. ഇന്നലെ ഞാൻ മറ്റൊരു പെണ്ണുമായി ശയ്യവലംബിച്ചവനാണ്, മറ്റൊരു പെണ്ണുമായിട്ട് ഞാൻ കൂടവനാണ്, അവളുമായിട്ട് ഞാൻ മോശമായതാകുന്ന രതിക്രീഡയിൽ ഏർപ്പെട്ടവനാണ്. പക്ഷെ ഇന്ന് ഞാൻ നല്ലൊരു മനുഷ്യനാകാൻ തീരുമാനിച്ചു. ഇസ്ലാമിൻ്റെതാകുന്ന യഥാർത്ഥമാകുന്ന ത്തിന്റെ ആദർശത്തിലേക്ക് ഞാനിതാ കടന്നു ചെല്ലാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മുന്നോട്ട് കാലെടുത്തു വെക്കുമ്പോ മദീന പള്ളിയുടേതാകുന്ന പരിസരത്തേക്ക് അദ്ദേഹം എത്തി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ഒരു നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധ പ്രവാചകരും അനുയായികളും ആ പള്ളിയുടേതാകുന്ന ഉമ്മറത്ത് തന്നെ നിലകൊള്ളുന്ന വേളയിൽ പള്ളിയുടേതാകുന്ന അടുത്തേക്ക് എത്തിയ മനുഷ്യന്റെ മുന്നിൽ മറ്റൊരു കൂട്ടുകാരൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു വ്യക്തിയായിരിക്കും അവന്റേതാകുന്ന ഹിദായത്ത് എന്ന മഹനീയമായ വെളിച്ചത്തെ എന്നേക്കുമായി കെടുത്തിക്കളയാൻ വേണ്ടി കടന്നു വന്നവൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പാറയിൽ ജംഗ്ഷനോട് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യൽ അനിവാര്യമാണ്. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലയോ സഹോദരാ, നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ പോകുന്നത് മുഹമ്മദിന്റെ അടുക്കലേക്കാണ്. മസ്ജിദുൻ നബിയുടെ അകത്തളത്തിലേക്ക് ചെന്ന് വിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട്
മുഹമ്മദിന്റെ മതത്തിലുള്ള നിയമങ്ങളെ കുറിച്ച് നിനക്ക് വട്ടമില്ലേ? അറിയാം, എനിക്ക് നിയമങ്ങൾ അറിയാം. വിശുദ്ധമാക്കപ്പെട്ടതായ നമസ്കാരങ്ങൾ 5 വഖത്ത് നിലനിർത്തണമെന്നും റമദാൻ മാസം 30 ദിവസം നോമ്പെടുക്കണമെന്നും വർഷാവർഷം കൃത്യമായി സമ്പത്തിൻ്റെതാകുന്ന സകാത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാകുന്ന വിഹിതങ്ങൾ അത് സ്വർണത്തിന്റെയും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തണമെന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാകുന്ന വിഹിതങ്ങൾ കൃത്യമായി നൽകണമെന്നും തുടങ്ങി എന്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കേണ്ടതാകുന്ന പല കാര്യങ്ങളും എനിക്ക് കൂട്ടുകാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനമായി എന്റെ കാതിൽ മുഴങ്ങിക്കേട്ടത് പരീക്ഷയുമായി ബന്ധപ്പെട്ട ജീവിതം പാടില്ല, ഞാൻ അന്യ സ്ത്രീകളുമായിട്ടുള്ളതാകുന്ന എന്ന് തുടങ്ങി പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? മനുഷ്യൻ പറഞ്ഞു, അല്ലയോ സഹോദര, നിനക്കറിയില്ലേ നീ കള്ളിന് അടിമപ്പെട്ടവനാണ്, എന്നാൽ ഇനി മുതൽ കള്ളു കുടിക്കാൻ പാടില്ല എന്നുള്ള വസ്തുത നിനക്കറിയുമോ? ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾക്ക് നിരോധിക്കാനായില്ലേ എന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശുദ്ധമായ ഇസ്ലാം മുഹമ്മദിന്റെ അനുയായികളിൽ ഒരാൾ പോലും കള്ളു കുടിക്കൽ അനുവദിക്കുന്നില്ല. എല്ലാവരും പരിപൂർണമായി കള്ളിന് എതിരാണ് എന്ന് പറഞ്ഞപ്പോ ഒരു കാല് മുന്നോട്ട് പെട്ടെന്ന് തന്നെ പിറകോട്ട് വലിക്കുകയാണ്, മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലേക്ക് കടക്കാതെ. ആ മനുഷ്യന് ഹിദായത്ത് എന്ന മഹനീയമാകുന്ന കവാടം തൊട്ട് മുന്നിലെത്തിയിട്ട് പിശാചിൻ്റെതാകുന്ന കരവലയത്തിൽ അകപ്പെട്ട് ആ മനുഷ്യൻ പിറകോട്ട് കാല് വെച്ചിട്ട് ചോദിച്ചു, നീ പറയുന്നത് ശരിയാണോ? മുഹമ്മദിൻ്റെതാകുന്ന മതത്തിൽ കള്ളുകുടി ഹറാമാണോ നിഷിദ്ധമാണോ? ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ഇന്ന് പ്രഭാതത്തിൽ വരെ കുടിച്ചു തീർത്തതാകുന്ന കള്ള്, അതില്ലാതെ എനിക്ക് പറ്റില്ല. മറ്റെന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്, മറ്റെന്തും ഞാൻ തയ്യാറാണ്, പക്ഷെ ഇതിൽ നിന്ന് ഒരു മുക്തമായ ജീവിതം എനിക്ക് നയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പിറകോട്ട് നടക്കുകയാണ്. ഹിദായത്ത് എന്ന മഹനീയമായ വെളിച്ചം അദ്ദേഹത്തിന്റെ മുന്നിൽ എന്നേക്കുമായി കെടാവിളക്കായി നിലകൊണ്ടു. ഹിദായത്ത് സിദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് ചരിത്രം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എന്താ കാരണം? ലഹരിക്കടിമപ്പെട്ട വ്യക്തിയായിരുന്നു, മദ്യത്തിനടിമപ്പെട്ടതാകുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാരാണ് ആധുനികമാകുന്ന കാലഘട്ടത്തിൽ ലഹരിക്കടിമപ്പെട്ടു പോയവർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ فإن الله غفور رحيم فإن الله غفور رحيم إنما أموالكم وأولادكم فتنة فاتقوا الله عنده أجر عظيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിൽ നിങ്ങളുടേതാകുന്ന ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ചില മക്കൾ, അവർ തീർച്ചയായും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ശത്രുക്കളാണെന്നുള്ള കാര്യം തിരിച്ചറിയണേ. ചില മക്കൾ, ചിലതാകുന്ന ഭർത്താക്കന്മാർ, ചിലരുടെ ഭാര്യമാർ, അവർ നിങ്ങൾക്ക് ശത്രുക്കളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഹ്ദറൂഹും, അതുകൊണ്ട് ആ മക്കളെ, ആ ഭാര്യമാരെ, ആ ഭർത്താവിനെ ശരിക്കും ശ്രദ്ധിക്കണേ. നിതാന്ത
ജാഗ്രത പുലർത്തണേ. വഇൻ തഅഫൂ വതസ്ഫഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇണകളില്ലയോ, ഭാര്യമാരില്ലയോ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവില്ലയോ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളിൽ ചിലരില്ലയോ, അവർ തീർച്ചയായും നിനക്ക് ശത്രുക്കളായി കടന്നു വരുമേ. ദുനിയാവിലും ശത്രുക്കളാകാം, ആഖിറത്തിൽ ഏറ്റവും വലിയ ശത്രുവാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ശരിയല്ലയോ? ആധുനിക കാലഘട്ടത്തിലേതാകുന്ന വർത്തമാന കാലഘട്ടത്തിലെ സമകാലിക സംഭവ വികാസങ്ങളൊന്ന് കണ്ണോടിക്കണേ. എത്രയോ കൊലപാതകങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത്, എത്രയോ വ്യഭിചാരങ്ങളാണ്, എത്രയോ മോശപ്പെട്ടതാകുന്ന കഥകളാണ് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, മീഡിയയിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തുന്നതായ കഥകളല്ലയോ? സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കഥകളല്ലയോ? ഭർത്താവിനെ വഞ്ചിക്കുന്നതാകുന്ന ഭാര്യമാരുടെ കഥകൾ കേട്ടില്ലയോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന ചെറുപ്പക്കാരൻ, ചെറിയ മകൻ പോലും വാപ്പയാകുന്ന കാലഘട്ടമായി മാറിയില്ലയോ? 14 വയസ്സുള്ളതാകുന്ന ചെറിയ മക്കൾ പോലും, ചെറിയ കുട്ടികൾ പോലും പിതാവായ സംഭവം ഈ കൊച്ചു കേരളത്തിലുണ്ടായില്ലയോ? 14 വയസ്സുള്ളതാകുന്ന പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയിട്ട് 12 വയസ്സുള്ളതാകുന്ന ഒരു കുട്ടി അവൻ പിതാവായ സംഭവം എറണാകുളം ജില്ലയിൽ നടന്നതല്ലയോ? എത്രയോ സംഭവങ്ങളാണ് അടുത്തിടെ നമ്മുടെ വാർത്തകളിൽ വന്നിട്ടുള്ളത്, മീഡിയയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. എന്ത് കാരണത്താലാണ് ഇത് സംഭവിക്കുന്നത്? ലഹരിക്കടിമപ്പെടുന്ന ചെറുപ്പക്കാരനാണ്, ലഹരിക്കടിമപ്പെടുന്ന സ്ത്രീകളാണ്, മാരകമാകുന്ന MDMA ഉൾപ്പെടെയുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളല്ലയോ? ഭാര്യയല്ലയോ, ഭർത്താവല്ലയോ? രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് നടത്തുന്നവരല്ലയോ? ചെറിയ കുട്ടികളതാ കോളേജിൽ പഠിക്കുന്ന മക്കളെ കുറിച്ചല്ല, ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളെ കുറിച്ചല്ല ഈ പറയുന്നത്. എത്രയോ ക്യാമ്പസുകൾ ലഹരിക്ക് പരിപൂർണമായി അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. എത്രയോ സ്കൂളുകളുടേതാകുന്ന മുറ്റത്ത് പോലും ചെറിയ പെട്ടിക്കടകളിൽ വിൽക്കുന്നതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ചവച്ചരയ്ക്കുന്നത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതായ 10ഉം 15ഉം 12ഉം 13ഉം വയസ്സുള്ളതാകുന്ന ചെറിയ മക്കളല്ലയോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മുഅ്മിനേ, മുഅ്മിനത്തെ പഠിച്ചു വെക്കണേ. ലോകത്ത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട്, മുഅ്മിനീങ്ങളാകുന്ന സത്യവിശ്വാസികളോട്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോട്, ആഖിറമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട്, ഖബറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട്, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട്, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട്, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വിളിക്കുകയാണ്, മുഅ്മിനീങ്ങളെ പഠിച്ചു വെക്കണേ, നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തില്ലയോ, നിങ്ങളുടെ മക്കളില്ലയോ, അവർ നിങ്ങൾക്ക് ഫിത്നയാണ്, നാശമാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തതാകുന്ന മക്കൾ, കള്ളിൻ്റെതാകുന്ന അടിമപ്പെടുന്ന മക്കൾ, വ്യഭിചാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾ, പാതിരാത്രി സമയമായാൽ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാതെ ഒരു പുതപ്പിന്റെ കീഴിൽ മൊബൈൽ വെച്ചുകൊണ്ട് അശ്ലീലമാകുന്ന ലോകത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്നതാകുന്ന പിതാവിന്, മാതാവിന് ഉറക്കക്കേടുണ്ടാക്കുന്നതായ മക്കൾ, സ്വന്തം മാതാവ് പോലും വീട്ടിൽ കടക്കും സ്വന്തം മകൻ അപ്പുറത്തുണ്ടെങ്കിലും സുരക്ഷിത ബോധമില്ലാതെ അവർ കഥ ബോൾട്ട് ചെയ്യുകയാണ്, കുത്തിയിടുകയാണ്. എന്തേ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ തന്നെ പറയുകയാണ്, തൊട്ടപ്പുറത്ത് കിടക്കുന്ന +2 പഠിക്കുന്ന പ്രിയപ്പെട്ട മകനെ ഓർത്തിട്ടാണ് കഥ കുത്തിയിടുന്നത്. പാതിരാത്രി സമയത്ത് കള്ളു കുടിക്കുന്നതാകുന്ന +2 പഠിക്കുന്ന എന്റെ മകൻ എന്റെ റൂമിലേക്ക് കടന്നു വന്ന് എന്നെ വ്യഭിചരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഈ രീതിയിൽ
മാതാവ് പോലും ഉറക്കമില്ലാതെ നിലകൊള്ളുന്നതായ രാത്രികളിൽ എത്രയോ മുസ്ലിം സമൂഹത്തിന്റെ കുടുംബങ്ങളിൽ വന്നുപോയി. സ്വന്തം പിതാവ് പോലും മക്കളെ വ്യഭിചരിക്കുന്ന കാലഘട്ടമല്ലയോ? തന്നെ ജനിപ്പിച്ചതാകുന്ന പിതാവ് പോലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ഗർഭിണിയാക്കിയതാകുന്ന കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? എവിടേക്കാണ് പോകുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പോലും ചെറിയ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ആരുമറിയാതെ കഴുത്ത് നെരിച്ചു കൊന്ന് 3 വയസ്സുള്ളതാകുന്ന കുട്ടികളോട് പോലും മോശമാകുന്ന രീതിയിൽ റതിക്കരയുടെ നടത്തുന്നതാകുന്ന മക്കളായി മാറിയില്ലയോ? എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇത്രയേറെ അധപ്പതിച്ചത്? ലഹരിക്കടിമപ്പെടുന്ന യുവത്വമായി മാറിയിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഇന്നമാ അംവാലുക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, വ ഔലാദുക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്താനങ്ങളും, ഫിത്ന, അതൊക്കെ നാശത്തിന്റെ വഴികളാണെന്ന് അറിയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാശത്തിന്റെ വഴികളാണ്. ശരിക്കും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് രണ്ടും, ഈ സമ്പത്തും നിങ്ങൾക്ക് നാശമായി വരും, നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് നാശമായി വരും. ഇത് രണ്ടും നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ രണ്ടിനെയും, ഒന്ന് സമ്പത്ത്, മറ്റൊന്ന് മക്കള്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ വെറുതെ 4-5 മക്കളെ ഉണ്ടാക്കിയിട്ടല്ല കാര്യം. വാപ്പാക്ക് അത് തന്നെ പണി, ഉമ്മാക്ക് അത് തന്നെ പണി. 4-5 മക്കൾ ഒരുപാടുണ്ട്, ഒന്നും ഗരിമ അടിച്ചിട്ട് കാര്യമില്ല. 10 മക്കളുണ്ട്, 7 മക്കളുണ്ട്, 6 മക്കളുണ്ട്, 11 മക്കളുണ്ട്, 12 മക്കളെ പെറ്റതാളാണ്, ഒന്നും കാര്യമില്ല. മക്കള് സാലിഹാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിലേ രക്ഷയുള്ളൂ. എന്ത് വേണം? നമ്മൾ അതിനുവേണ്ടി തയ്യാറാവണം, ഒരുങ്ങി തയ്യാറാവണം. ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തുന്നതിന് മുമ്പ് തന്നെ വാപ്പയും ഉമ്മയും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ബന്ധത്തിലൂടെ നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി താ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. ആര് ചെയ്തിട്ടുണ്ട് ഇത്? കിടപ്പറയിലേക്ക് പോകുമ്പോൾ വദൂ ചെയ്തുകൊണ്ട് പോകണം. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു. ആര് ചെയ്യുന്നുണ്ട്? ഇന്നലെ ചെയ്തവരുണ്ടോ? മിനിഞ്ഞാന്ന് ചെയ്തവരുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ചകളായി ചെയ്തവരുണ്ടോ? 50 കൊല്ലമായി ഭാര്യ ഭർത്ത ബന്ധം നടത്തുന്നതാകുന്ന എന്റെ പ്രിയപ്പെട്ടതാകുന്ന പാറയിൽ ജംഗ്ഷനിലുള്ള പോരുവഴയിലുള്ള സഹോദര സഹോദരിമാർ, നിങ്ങളിൽ എത്ര പേര് പരിശുദ്ധ പ്രവാചകന്റെ ഈ ജീവിതം ഒരു വേളയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നവരുണ്ടോ? ഒതു ചെയ്തിട്ട് കടപ്പുറയിലേക്ക് പോയവർ എത്ര പേരുണ്ട്? ഇല്ല. നമ്മൾ ഈ തിരുസുന്നത്തൊന്നും മുറുകെ പിടിക്കുന്നില്ല. പിന്നെ റബീഉൽ അവ്വലാകുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ട് കറങ്ങാം. ഷെയ്ഖ് പള്ളി അപ്പുറത്തോട്ട്. അപ്പൊ പിന്നെ ആ പള്ളിയൊന്നും ഇല്ല. ഇപ്പൊ പാലാപ്പള്ളി, തിരുപ്പള്ളി ഇതേ ഉള്ള എല്ലാവർക്കും. ഷെയ്ഖ് പള്ളിയും പാലോട്ട് പള്ളിയും ഒന്നും വേണ്ട. ഭീമാപ്പള്ളി പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ പോയി. എന്ത് പറഞ്ഞാലും എന്താ പറയുന്നത്? പാലാപ്പള്ളി, തിരുപ്പള്ളി, വേറൊന്നും വേണ്ട. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം. ആ പള്ളി അറിയാത്തവർക്ക് വരെ അതറിയാം. അതാ അവസ്ഥ. പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്നില്ല, ഒരു ചിരി കേട്ടില്ല. കേട്ടായിരുന്നു നിങ്ങൾ? അതും കേട്ടില്ല. കാരണം ഇത് പറയുമ്പോഴും അപ്പോഴത് മൊബൈൽ വെച്ചിട്ട് ഇതിന്റെ റീൽസ് ഇട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടെ പോയി സമൂഹം? എവിടെ പോയി നമ്മുടെ സമൂഹം? ശരിക്കും പഠിക്കണം. നിസ്സാര വിഷയമല്ലേ ഇത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കളെ സാലിഹാവുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മുൻഗാമികളാകുന്ന മഹത്തുക്കളാകുന്ന അംബിയാ മുർസലീങ്ങൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധ വെച്ചിരുന്നത് സാലിഹാവുക എന്നുള്ളത് തന്നെയാണ്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ وأن أعمل صالحا وأدخلني برحمتك في عبادك الصالحين. سيدنا سليمان عليه السلام, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഖുർആൻ പറഞ്ഞത്. എന്താ അദ്ദേഹം പറയുന്നത്?
വദ്ഖിൽനി ഫീ റഹ്മതിക ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സച്ചരിതരാകുന്ന സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതാണ് ദുആ, വേറൊന്നുമല്ല. എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം ദ്വാരക്കുന്നുണ്ടോ? നമ്മൾ മക്കള് സാലിഹാകാൻ വേണ്ടി ഇന്നു വരെ ദ്വാരുന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയണം. അങ്ങനെ ദ്വാരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കുക. ആത്മാർത്ഥമായി ദ്വാരുന്നവരെ കൈ ഉയർത്താവുള്ളൂ. ഇൽമിന്റെ മജ്‌ലിസ് വെച്ചാണ്, പിന്നെ ആ കൈ ഉയർത്താൻ പറ്റാതാവും. അല്ലാഹു ആക്കട്ടെ. ആരാ ഉള്ളത്? ഒന്ന് കൈ ഉയർത്തി ഒന്നുകൂടി. ഇപ്പൊ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മതി. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ എല്ലാം അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. മാതാവും പിതാവും ദ്വാരക്കണം. പലരും ഇത് ദ്വാരുന്നിട്ടില്ല. ഗർഭിണിയായിരിക്കെ മകനെ സ്വാലിഹാക്കണം എന്ന് ദ്വാരുന്നവർ ഉണ്ടോ? മക്കളെ ഗർഭിണിയായിരിക്കെ, ഗർഭം ധരിച്ചിരിക്കാണ് ഭാര്യ, ഭർത്താവ് ദ്വാരക്ക എന്ത്? അല്ലാഹു എന്റെ കുട്ടിയെ സ്വാലിഹാക്കി തരണം. ആ സമയത്ത് ദ്വാരുന്നവർ ഉണ്ടോ? ഒന്നുകൂടി എണ്ണം കുറഞ്ഞു. മതി. എന്തായാലും നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. നമ്മൾക്കിത് ആയിക്കഴിഞ്ഞ് ഇവൻ വെടക്കായി കഴിയുമ്പോഴാണ് വാപ്പ അടുത്ത് വന്നിട്ട്, വാപ്പ ഒരു ബഫ് തരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് വടച്ചവൻ ഈ സൈസ് ആയോ ഒന്ന്. അപ്പോഴാണ് നമ്മൾ ദ്വാരക്കുന്നത്, വടച്ചവനെ ഇവ നന്നാക്കി തരണേ അല്ലാഹുവേ. അതുവരെ നമ്മൾ ചോദിക്കലില്ല. വാപ്പാടുത്ത് വന്നിട്ട്, വാപ്പ എനിക്ക് ബഫ് വരുമോ എന്ന് ചോദിക്കും. തീപ്പട്ടി ഉണ്ടോ എന്ന് വാപ്പാടി ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവന്റെ ഹാലി കൊലത്തിലായത്. നമ്മൾ അതുവരെ ദ്വാരുന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തുടങ്ങേണ്ടത് ഇവിടുന്നായിരുന്നു. നേരത്തെ തുടങ്ങണം. സ്ത്രീകൾക്കുണ്ട് ബാധ്യത. ഗർഭം ധരിച്ചിരിക്കുന്ന സഹോദരിമാർ, എത്ര ആളുകൾ ആ ഗർഭധാരണ വേളയിൽ 9 മാസം 10 ദിവസം നിനക്ക് ശുദ്ധിയുടെ ഘട്ടമായിരുന്നു. എത്ര ഖത്മുകൾ നീ തീർത്തിട്ടുണ്ട്? ഖുർആൻ ഖത്മ ഓതിയിട്ടുണ്ടോ? ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും മാസമുറയുണ്ടാകുമ്പോ നീ പറയും എനിക്കിപ്പോ നിസ്കാരമില്ല എന്ന് പറഞ്ഞ് പുതച്ചുമൂടി കിടക്കുന്ന സഹോദരിമാര്, 9 മാസം 10 ദിവസവും നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ നിനക്ക് അവസരമുണ്ടായിട്ട് എത്ര നമസ്കാരത്തെ നീ പാഴാക്കി കളഞ്ഞു? എത്ര സലാത്തുകൾ നിനക്ക് ചെല്ലാമായിരുന്നു? എത്ര ഖുർആൻ ഓതാമായിരുന്നു? എത്ര ദിക്റുകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ധന്യമാക്കാമായിരുന്നു? പക്ഷെ നീ ശ്രദ്ധിച്ചില്ല. മനസ്സിലാക്കണം. ഒരു ഖത്മ പോലും ഓതിയിട്ടുണ്ടാവില്ല. ഒരു ഖത്മ പോലും. ഒരു ഖത്മ എന്തായാലും തീർക്കാം. തീർത്തവരുണ്ട്, അവർക്കതിന്റെ ഗുണവും കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കാത്തവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. തീർക്കാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഓതുന്നതായ വീട്ടിൽ ബറക്കത്താണ്, ബറക്കത്താ. ഖുർആൻ ഓതാത്തതാകുന്ന വീട്ടിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവുകയില്ല, ഐശ്വര്യമുണ്ടാവുകയില്ല. പൊളിഞ്ഞ വീട് പോലെയാണ് ഖുർആൻ ഒരു വീട്ടിൽ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ. ഹബീബ് റസൂലുള്ളാഹി കൽ ബൈത്തുൽ ഖരീബി. അതിലേക്ക് കൊണ്ടുപോകുന്നില്ല, സമയമില്ല. പൊളിഞ്ഞ വീട് പോലെയാണ്. എത്ര പേര് ഓതുന്നുണ്ട്? നമ്മൾ പണ്ട് എണ്ണുമായിരുന്നു യാസീന്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ ഇന്ന് എത്ര പേര് പാരായണം ചെയ്യുന്നുണ്ട്? ചിന്തിക്കണം. ഇന്ന് കുറഞ്ഞുപോയി. സൂറത്ത് യാസീൻ ദിനേന ഓതുന്നതാകുന്ന മക്കളില്ല, കുടുംബങ്ങളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, പിതാവില്ല, മാതാവില്ല. കുറഞ്ഞുപോയി. ഉണ്ടാവാം, കുറഞ്ഞു പോയിട്ടുണ്ട്. അഥവാ ഓതുവാണെങ്കിൽ ഒരു യാസീൻ കൊണ്ട് ഒതുക്കി. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാവൂല എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു. എത്ര വീടുകൾ ഓതുന്നുണ്ട്? സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷത്തിലാകുമെന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു. എത്ര വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്? എത്ര വീടുകൾ ഓതുന്നുണ്ട്? സൂറത്തു ദുഹാൻ ഏതെങ്കിലും വീട്ടിൽ പാരായണം ചെയ്താൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ 70,000 മലക്കുകൾ പ്രഭാതത്തിൽ പാരായണം ചെയ്യുന്നവന് പ്രദോഷം വരെ പാപമോചനം തേടിക്കൊണ്ട് 70,000 മലക്കുകൾ നിലകൊള്ളുമെന്ന് പഠിപ്പിച്ച സൂറത്തു ദുഹാൻ പാരായണം ചെയ്യുന്ന പോരുവഴിയിൽ എത്ര കുടുംബങ്ങളുണ്ട്? മഗ്രിബിന്റെ സമയത്ത് സൂറത്തു ദുഹാൻ ഇശാഇന്റെ ഇടയിൽ ഓതിയാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി, ഓതിയവൾക്ക് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു ദുഹാൻ എത്ര പേര് ഓതുന്നുണ്ട്? നമുക്ക്
നമുക്ക് ശ്രേഷ്ഠതകൾ അറിയാത്ത കുഴപ്പമൊന്നുമല്ല, നമ്മൾ ഓതാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കിതിൻ്റെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടല്ല, യാസീനൊന്നും അറിയാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മളത് മരിച്ചു കഴിഞ്ഞാൽ ഓതാൻ വേണ്ടി മാത്രമാക്കി വെച്ചിരിക്കുകയാണ്, ഡെയിലി പാരായണം ചെയ്യുന്നില്ല. വലിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിയ്യത്ത് ചെയ്ത് ഓതണം സഹോദരങ്ങളെ, നിയ്യത്ത് ചെയ്തും ഓതണം സഹോദരിമാരെ. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും. റമദാനിൽ മാത്രം എടുക്കേണ്ട ഒന്നല്ല ഖുർആൻ. അത് നമ്മൾ ഒഴിവാക്കിയതോ ഈ ഉമ്മത്തിന്റെ അധപ്പതനമാണ്. അന്നു മുതൽ തുടങ്ങി ശത്രുക്കൾ നമ്മുടേതാകുന്ന ഭാഗത്തേക്ക് തിരിയാൻ. നമ്മൾ ഖുർആൻ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. ഒരു ജുസു വെച്ച് ഡെയിലി നിങ്ങൾ പാരായണം ചെയ്ത് നോക്കാൻ ഒരാളും നിങ്ങളുടെ മുന്നിൽ വരില്ല. ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതാൻ അറിയില്ല എല്ലാവർക്കും, അല്ലേ? അറിയില്ലെങ്കിൽ പഠിക്കണം. നമ്മൾ ഇമാമിങ്ങളുടേതാകുന്ന ബന്ധം അത് പുതുക്കണം. അവിടെയാണ് ഷാജഹാൻ ഉസ്താദിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. മഹല്ലത്തിലെ ഇമാമിനെ നമ്മൾ മുറുകെ പിടിക്കണം. 100 ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് ഈ മഹല്ല് കേന്ദ്രമായി നിലകൊള്ളുന്നു. അതിൽ പാരായണം അറിയാത്തതാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഉസ്താദിനെ ബന്ധപ്പെട്ട് ഖുർആനോത്ത് പഠിക്കണം. നിർബന്ധമാണ്. അതിന് പ്രായമൊന്നും പരിധിയൊന്നുമില്ല. എത്ര പ്രായമായാലും പഠിപ്പിക്കാം, അതിനൊന്നും വിഷയമൊന്നുമില്ല. അതിന് നിർബന്ധമായിട്ട് അതിന് നിങ്ങൾ മെനക്കെടണം, സമയം ചെലവഴിക്കണം. ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് അതിന് സമയം ചെലവഴിച്ചുകൂടെ? നമ്മുടെ മക്കളെ അതിന് ബന്ധപ്പെടുത്തിക്കൂടെ? മക്കൾക്ക് ആത്മീയപരമാകുന്ന ശിക്ഷണങ്ങൾ നമ്മൾ നൽകണം. വാപ്പ ഉമ്മ ഇതൊക്കെ ഒരു വലിയ ബാധ്യതയാണ്, ചെറിയ കാര്യമല്ല. മക്കളെ ജനിച്ചു, ആ മക്കള് പ്രിയപ്പെട്ടതാകുന്ന മകൻ വളർന്നു വലുതാകുന്നു, അവനെ അടിക്കടി കൊണ്ടുവരണം, കൃത്യമായി കൊണ്ടുവരണം. സാലിഹായി തീരാൻ എത്രയോ കടമകളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനിക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന കുട്ടിയുടെ കാതിലേക്ക് ആദ്യമായി കേൾപ്പിക്കേണ്ടതും ഏതാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്നുള്ള വാക്കാണ് ആദ്യമായി കൊടുക്കണം കാതിൽ. ബാങ്കിൽ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. ഇതൊക്കെ നിസ്സാര കാര്യമല്ല, അത് വൈകാൻ പാടില്ല. ശുദ്ധിയുള്ള ഏതൊരു ഉമ്മാക്കും അത് നൽകാം. അതിനാളെ നോക്കി നിൽക്കണ്ട. പള്ളി നാള് വരട്ടെ എന്ന് പറഞ്ഞ് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വൈകിയാൽ മറ്റു പല ശബ്ദങ്ങളും അപശബ്ദങ്ങളും കേട്ടിട്ട് കുട്ടി സാലിഹാകാതാവും. അതിനാണ് ജനിച്ച കുട്ടിയുടെ കാതിലേക്ക് ആദ്യമായി കേൾപ്പിക്കേണ്ടതാണ് വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണത്. പിശാചോടും. അതപ്പോൾ മാത്രമല്ല, പിന്നീട് എപ്പോഴും. ചില കുട്ടികൾ വലുതായി, കുറച്ചുകൂടി കഴിഞ്ഞ് 1 വയസ്സായി, 2 വയസ്സായി, കുട്ടികൾ ഭയങ്കര കരച്ചിലാണ്, കുരുത്തക്കേടുള്ള കുട്ടിയാണ്, ഉസ്താദ് അവൻ ഭയങ്കര പ്രശ്നമാണ്, വീട്ടിലുള്ളവരെ ഉറക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ആ കുട്ടിയെ ഇങ്ങോട്ട് എടുക്കിൻ, അവനെ ചേർത്ത് നിർത്തിൻ, വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കിൻ. അതായത് ജനിച്ചപ്പോൾ മാത്രമല്ല, പിന്നെ ബാങ്ക് കൊടുക്കരുത്, പാടില്ല, അവൻ കുട്ടി കേടായി പോകുന്ന ആരെങ്കിലും പറഞ്ഞു. നമ്മളപ്പോൾ മാത്രം കൊടുത്തു നിർത്തി. അതിന് വാപ്പാക്കും ഉമ്മാക്കും ആദ്യം എന്തറിയണം? ബാങ്ക് ഇഖാമത്തും അറിയാം. നാളെ മുതൽ അതിന് പ്രത്യേകം ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ഇഖാമത്ത് സ്ത്രീകളെല്ലാം പഠിച്ചിരിക്കണം, കാരണം അവർക്ക് ബാങ്കില്ല, എന്തേ ഉള്ളൂ, അങ്ങനെ ഒരു മസലയുണ്ട്. ഇഖാമത്ത് കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. ഓരോ നിസ്കാരവും. അവർക്ക് ബാങ്കില്ല, ഇഖാമത്താണുള്ളത്. സ്ത്രീകൾക്ക് പഠിക്കണം. അവർ സ്ത്രീകൾ പഠിക്കേണ്ടതാണ്. മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം മാറാനുണ്ട്, ഖുർആനികമാകുന്ന അന്തരീക്ഷമാകാനുണ്ട്. വയറ്റിൽ കിടക്കുന്ന കുട്ടി ഖുർആൻ കേട്ടുകൊണ്ടാണ് വളരുന്നത് എങ്കിൽ അവനിൽ ആത്മീയത ഉണ്ടാകും, കുട്ടി സാലിഹാകും, ഉറപ്പല്ലേ? 1 ഖത്മ് 2 ഖത്മ് ദിക്ർ സ്വലാത്ത് ഇങ്ങനെ കേടാൻ പൊക്കിൽ കുടി ബന്ധമാണ്. ഉമ്മയും കുട്ടിയുമായിട്ട് ആ കുട്ടിയിലേക്ക് ഇങ്ങനെ ബന്ധപ്പെടാൻ ഖുർആനിന്റെ മാസ്മരികമാകുന്ന ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കാൻ. മാഷാ അല്ലാഹ്, കുട്ടി സാലിഹാകാൻ ഇതിനേക്കാൾ വലുത് വേറെ വല്ലതും വേണോ? എന്തുകൊണ്ടിത് ചെയ്യുന്നില്ല? വാപ്പയും ഉമ്മയും എന്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല? മക്കൾക്ക് വേണ്ടി ദുആ ഇരുന്നാൽ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന വേറെ ആരുടെയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്? വാപ്പായും ഉമ്മയും ദുആ ചെയ്താൽ ഉറപ്പാണ് അള്ളാഹു ദുആരക്കും, അള്ളാഹു ദുആ സ്വീകരിക്കും. തന്റെ ഉമ്മത്തിനു വേണ്ടി പ്രവാചകന്മാരുടെ പ്രാർത്ഥന പോലെ അള്ളാഹു കണക്കാക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഒരു പിതാവ്, ഒരു മാതാവ് കുട്ടിക്ക് വേണ്ടി ദുആ ഇരുന്നാൽ ഒരു പ്രവാചകൻ തന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ഇരക്കുന്നത് പോലെ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാണത്. നമ്മൾ ചെയ്തു നോക്കണം. നമ്മൾ ഞാനൊരു സാധാ കൂലിപ്പണിക്കാരനാണ്, ഞാൻ ദ്വാരുന്ന പടച്ചവൻ സ്വീകരിക്കുമോ? നമ്മളെക്കാൾ ദ്വാരക്കേണ്ടത് പള്ളിയിൽ. അങ്ങനെയല്ല.
നിങ്ങൾ തന്നെ ദുആ ഇറക്കണം. ദുആ സ്വീകരിക്കും, അല്ലാഹു കബൂലാക്കും, അല്ലാഹു സ്വീകരിക്കും ഉറപ്പാണ്. അങ്ങനെ ദുആ ചെയ്ത് സ്വീകരിച്ചതല്ലേ എല്ലാവരും. ഈ മുൻഗാമികളാകുന്ന ആളുകളൊക്കെ അവരുടെ മക്കളെ സാലിഹീങ്ങളാക്കിയത് അങ്ങനെ തന്നെയല്ലേ. ബാങ്ക് ഇഖാമത്തും കൊടുത്തതിനു ശേഷം കുട്ടിയുടെ കാതിലേക്ക് ഒരു ആയത്ത് കൂടി ഓതണം. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. وإني أعيذها بك وذريتها من الشيطان الرجيم. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചിട്ട് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ എന്ന മറിയം ബീവിയുടെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ഞാൻ ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുകയാണ് അല്ലാഹ്. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുട്ടി ജനിച്ചാൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാ, ആ കുട്ടിയുടെ കാതിലേക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി കാതിലേക്ക് ഓതണേ, ഈ ആയത്ത് കൂടി കേൾപ്പിക്കണേ. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ കുട്ടിയുടേതാകുന്ന ഓരോ ചുവടുവെപ്പും ഇവൻ വളർന്നു വലുതാകുമ്പോഴും ഇവൻ എത്ര വയസ്സിലേക്ക് എത്തിയിരുന്നാലും പിശാചിൻ്റെതാകുന്ന കരവലയത്തിൽ ഉൾപ്പെടുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാനിതാ കാവൽ തേടുന്നു അല്ലാ. ഇവനെ മാത്രമല്ല ഇവന്റെ സന്താന പരമ്പരകളെയും കാവൽ തേടുകയാണ് അല്ലാ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ആ പരമ്പര മുഴുവനും പിശാചിൽ നിന്ന് മുക്തമല്ലയോ? മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഒരു നിലക്കും പിശാച് ഒരു നിലക്കും അവരെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, പിശാചിന്റെ കരവലയത്തിൽ പെട്ടിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ പ്രിയപ്പെട്ട മകനല്ലയോ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഒരു മോശമായ ചിന്തയില്ലാത്ത വ്യക്തിയായിരുന്നു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. എന്താ കാര്യം? ഈസാ നബിയുടെ ഉമ്മ ജനിച്ചപ്പോൾ, അഥവാ ഉമ്മാക്ക് വേണ്ടി ദ്വാരുന്ന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവളെയും ഇവരുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ആ ആയത്ത് നമുക്ക് ഓതൽ സുന്നത്തായി. മാഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളുടെ കാതിൽ ഓതി കൊടുക്കണം. ആരോതുന്നു? ഓതി അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാവും. നിസ്സാരമായി കാണാൻ പാടില്ല. ഭാര്യ ഭർത്ത ബന്ധം നടത്തുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇതൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തുമ്പോൾ പിശാചാണ് അവിടെ ബന്ധപ്പെടുക എന്ന് വരെ ഹബീബ് റസൂലുള്ളാഹി ഹദീസാണ്. മുഅ്മിനീങ്ങളോടുമാണ് ഇത് പറയുന്നത്. ഇത് കേൾക്കുമ്പോ നിരീശ്വരവാദികളും യുക്തിവാദികൾക്കും ഒന്നും ഇളകണ്ട. എന്താ പറയുന്നത്? ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ അവിടെ പിശാച് വരുമെന്ന്. ഇതൊക്കെ ആരോടെ ഇത് പറയുന്നത്? ഇത് കരുതാകപ്പള്ളിയിലുള്ളതാകുന്ന പോരുവഴിയിലുള്ള പാറയിൽ ജംഗ്ഷനിലെ 5 വഖ്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്ന, നോമ്പുകൾ നോക്കുന്ന, ദുനിയാവിൽ നിന്ന് ആഖിറത്തിന് വേണ്ടി പ്രയത്നം നടത്തുന്നതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാരോടാണ് ഈ അഭിസംബോധന. അവരോടാണ് ഇത് പറയുന്നത്. അത്തരത്തിലുള്ളതാകുന്ന ലൈവ് കേൾക്കുന്ന പ്രിയപ്പെട്ട റൂഹെ ബയാൻ കുടുംബാദികളോട്, ദീനനുസരിച്ച് ജീവിക്കുന്നവരോട്, അല്ലാത്ത നിരീശ്വരവാദികളോട് വല്ല വർത്താനമുണ്ട്? ഒരു വർത്താനം. യുക്തിവാദികളോടെല്ലാം പറയുന്നല്ല, അവരോട് പറയുന്ന വാദമൊക്കെ വേറെ. ഇതാരോടെ പറയുന്ന? മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, മുത്തഖീങ്ങളോട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളെ സാലിഹാക്കണം, അവനോട് എനിക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറയുന്നത്. ബിസ്മി ചൊല്ലണം, അഊദും ബിസ്മിയും വേണം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ്. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പലരും വിട്ടുപോയിട്ടില്ലേ? ശ്രദ്ധിക്കാതെ പോകുന്നില്ലേ? നിസ്സാരമായി തള്ളിക്കളയുന്നവരില്ലേ? ഇന്നും
നിസ്സാരമായി തള്ളിക്കളയോ അതൊന്നും വലിയ കാര്യമല്ല എന്ന് കരുതി തള്ളിക്കളയുന്നവർക്ക് അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോഴാണ് പിന്നീട് തിരിച്ചറിയുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തീർന്നില്ല. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മക്കളെ ചേർത്തിരുത്തിക്കൊണ്ട് വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ആദ്യമായി കുട്ടിക്ക് വകതിരിവെത്തിയാൽ ആദ്യമായി അവന് പഠിപ്പിക്കേണ്ടത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. ഫത്ഹുൽ മുഈനിൽ ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. കാണാം, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുന്നു, അവ്വലു വാജിബിൻ അലൽ ആബാഇ, പാപ്പമാരൊക്കെ ആദ്യമായി നിർബന്ധമാകുന്നത് കുട്ടികൾ വകതിരിവെത്തിയാൽ. വകതിരിവെത്തിയാന്ന് പറഞ്ഞാൽ ഫോണിങ് എടുത്തോണ്ടെന്ന് ഇതിങ്ങെടുത്തോണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ല. അല്ലെങ്കിൽ ഒരു കടയിൽ വിട്ടിട്ട് ഒരു സാധനം വാങ്ങി കൃത്യമായി പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു കൊണ്ടുവരിക. അത്യാവശ്യം പറഞ്ഞാൽ തിരിയുന്നതൊക്കെ ഒരു പ്രായത്ത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരെ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. നമുക്കൊരു നബിയുണ്ട്, മുഹമ്മദ് നബി എന്നായിരുന്നു അവരുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്. കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് ഇതാണ്. മദീനയിൽ തന്നെയാണ് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിപ്പിക്കണം. അതിനുശേഷമാണ് അള്ളാഹുവിനെ. കാരണം ആദ്യം നമ്മുടെ കൺമുന്നിൽ ജീവിച്ചു പോയതാകുന്ന മഹത്തായ പ്രവാചകരെ ആദ്യം പഠിപ്പിക്കണം. അതിനുശേഷം ആ പ്രവാചകനിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തും. മാമികൾ പറഞ്ഞ കേട്ടോ, എൻ്റെ വാക്കല്ല, ആര് പറഞ്ഞതാണ്? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മദ്രസയിൽ പോകുന്ന ആദ്യം തന്നെ കുട്ടികൾക്ക് അത് പഠിപ്പിക്കുമല്ലോ. ഈ പാട്ടാണ് ആദ്യം പഠിപ്പിക്കുക. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുല്ലാ, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരുടെ വഫാത്ത് മദീനത്ത്. മദ്രസയിലെ ആദ്യത്തെ പഠിക്കുക. കാരണം കുട്ടികൾ ഈ പാട്ടിലൂടെ അങ്ങ് പഠിക്കുകയാണത്. ആദ്യമായിട്ടത് പഠിക്കും. അങ്ങനെ തന്നെ വേണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളതും. ആദ്യമായിട്ട് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കേണ്ടത് ഹുബ്ബ നബിയിക്കും ശഫീഉനാ റസൂലുള്ളാഹി. റബീഉൽ അവ്വൽ വരെയാണ്. ശരിക്കും മനസ്സിലാക്കണേ, മക്കള് സാലിഹായി തീരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കർമ്മമാണ് ഈ പറയുന്നത്. ഇത് നിസ്സാരമായി തള്ളരുത്. നമ്മുടെ നബിയോടുള്ള മഹബ്ബത്താണ് ആദ്യം മക്കളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് മക്കളെ പിഴച്ചു പോകുന്നത്? സിനിമാ നടന്മാരുടെയും സീരിയൽ നടിമാരുടെയും പിറകെ മുസ്ലിം സമുദായത്തിലേതാകുന്ന സഹോദര സഹോദരിമാർ ഇറങ്ങുന്നതിന്റെ കാരണം എന്താണ്? അവൻ ജനിച്ച അന്ന് മുതൽ മടിത്തട്ടിൽ കിടക്കുമ്പോൾ തന്നെ, അവൻ തൊട്ടിലിൽ കിടക്കുമ്പോഴും ഉമ്മയുടെ മടിയിൽ കിടക്കുമ്പോഴും ഉമ്മയും ഉപ്പയും എപ്പോഴും സദാസമയം കണ്ടു രസിക്കുന്നത് ഈ സിനിമാ നടന്റെയും ഈ സിനിമാ നടിയുടെയും തൊലിവെളുപ്പും അവരുടെ അഭിനയ മികവുമാണ്. അത് തന്നെ ഇവരുടെ ചർച്ച. ഇവൻ ജനിച്ചത് മുതലുള്ള തിയേറ്ററിൽ മുഴുവനും പോയി എല്ലാ സിനിമകളും കണ്ടു തീർക്കുന്നത് ഈ പിതാവിനോടും ഈ മാതാവിനോടൊപ്പം ചേർന്നുകൊണ്ട് കാണുകയാണ്. ഇവന്റെ മനസ്സിലേക്ക് അധിനിവേശം കടന്നു വന്നത്, ഇട്ടുകൊടുത്തത്, ഇഷ്ടവും അനുരാഗവും ഇട്ടുകൊടുത്തത് ഈ വാപ്പയും ഉമ്മയും ആരുടെ ചിത്രമാണ്? സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ചിത്രമാണ്. ഇവരെ പോലെ ആകണമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ വന്നു. മക്കള് പിഴച്ചു പോവാണ്. നേരെ മറിച്ച് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതാകുന്ന ഇഷ്കും അനുരാഗവും മക്കളുടെ ഹൃദയത്തിൽ കൊടുത്താൽ അൽഹംദുലില്ലാഹ് മക്കളെ പിഴക്കൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലിമൂ ഔലാദക്കും സലാസത ഖിസാൽ. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബ നബിയിക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പ്രവാചകരോടുള്ള മഹബ്ബത്താ, ആദരവായ പ്രവാചകരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ. ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ നബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ. ആ പ്രവാചകന്റെ കാരുണ്യത്തെ പറ്റി വിശദീകരിച്ചു കൊടുക്കണേ. ആ പ്രവാചകരുടെ ചരിതങ്ങൾ മക്കൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണേ. പിതാവേ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മക്കൾ
മക്കൾക്ക് അതേ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും മക്കൾ വഴിപിഴച്ചു പോകൂല. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണം. നമ്മുടെ നബിയുടെ പേര് പറയുമ്പോൾ പോലും സലാത്ത് ചെല്ലാൻ നമ്മുടെ നാവ് തന്നെ പൊന്തുന്നില്ല. അതിനർത്ഥം എന്താ? നമുക്ക് തന്നെ മഹബ്ബത്ത് കുറവാണ്. പിന്നെ മക്കളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മക്കൾക്ക് എത്രത്തോളം സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ മുത്തുനബിയുടെ ഒരു ചരിത്രം, ഇത്ര ചരിത്രം, ഒരു 3 ചരിത്രം അല്ലെങ്കിൽ ഒരു 5 ചരിത്രം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ചരിത്രം മകന് പറഞ്ഞു കൊടുത്തു എന്നൊരു വാപ്പാക്ക് പറയാൻ പറ്റുമോ? ഒരു ഉമ്മാക്ക് പറയാൻ പറ്റുമോ? ഇത്രയും കാലമായി മക്കള് വരുന്നു പരുതുമായി, വാപ്പാടെ അത്രയും പൊക്കമായിട്ടുണ്ട്. വേണ്ടി വന്ന വാപ്പായിട്ട് പഞ്ചകുസ്തി നടത്തിയാൽ അവൻ ജയിക്കും. ആ കോലത്തിന് നല്ല ആരോഗ്യമുണ്ട്. വാപ്പയുടെ ഇരട്ടി പൊറോട്ട കഴിക്കും, കുഴിമന്തി, കിഴിപൊറോട്ട, എന്ത് ഐറ്റം വേണമെങ്കിലും അടിക്കും. ഫുഡൊക്കെ കഴിച്ചു, എല്ലാം പക്കാണ്. പക്ഷേ ഒരു ചരിത്രം പറയാൻ പറയുമോ മകൻ? കാരണം എന്താ? വാപ്പ ഇന്നുവരെ പഠിപ്പിച്ചിട്ടില്ല, ഉമ്മായും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എവിടുന്നാ പഠിക്കാൻ അടുത്തൊരു കോഴ്സ് ഉള്ളത്? ഉമ്മ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാ ഉള്ളത്? പിന്നെ ഉള്ളത് മദ്രസയിലേക്ക് വിടാൻ. എവിടെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എവിടെയാണ്? ഉമ്മയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഉമ്മാടെ മടിത്തട്ടിൽ നിന്ന് കിട്ടുന്നതാകുന്ന ചരിത്രങ്ങളുമാണ് ഇന്നത്തേതാകുന്ന നവതലമുറയിതാകുന്ന ചെറുപ്പക്കാർ നന്നാവാൻ ഉപകരിക്കുന്നത്. ഉമ്മാക്ക് ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ടുണ്ട് മക്കളെ ഉപദേശിക്കാൻ. ആ സമയത്ത് ഉപദേശിച്ചില്ല, ആ സമയത്ത് വേണ്ടുന്നതാകുന്ന മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ മക്കൾ സാലിഹാവൂല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് നിങ്ങൾ സഹവസിക്കേണ്ടത് 3 രീതിയിലാണ്. കുട്ടികൾ ജനിച്ച് 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം നിങ്ങൾ കളിച്ചും രസിച്ചും നിലകൊള്ളണം. 7 വയസ്സ് വരെ കുട്ടികളോട് യാതൊരുവിധ ശിക്ഷാമുറകളും ഉണ്ടാകാൻ പാടില്ല. കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും കളിതമാശകൾ പറഞ്ഞും നിലകൊള്ളണം. അവർക്ക് അനുയോജ്യമായ തമാശകൾ, അല്ല ഇങ്ങടെ വലിയ പഴയ വളിച്ച തമാശയും പറഞ്ഞിട്ട് അവരെ ചിരിപ്പിക്കാൻ നോക്കണ്ട. അവർക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികളോടൊപ്പം ഇറങ്ങിച്ചെല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയല്ലേ? സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് നബിയുടെ തോളിൽ കയറി ആര് നിൽക്കും? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങനെ സുജൂദിൽ ദീർഘനേരം കിടക്കും. കുട്ടികൾ കുതിര കളിക്കാൻ നബി തങ്ങളെ കഴുത്തിൽ കയറിയിട്ട് അങ്ങനെ ആന കളിക്കാൻ റുക്കോയ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തോളെ കയറി ഇങ്ങനെ തൂങ്ങും. വീട്ടിൽ നിസ്കാരിക്കുന്നതാകുന്ന വാപ്പായും ഉമ്മായി, ചെറിയ മക്കളുള്ള വാപ്പാക്കും ഉമ്മാക്കും അറിയാം ഈ രീതി ചെയ്യുന്നത് ഇല്ലേ? അങ്ങനെ മക്കൾ ചെയ്തിട്ടുള്ളവര് വാപ്പാവരുണ്ടെന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? മതി. ബാക്കിയുള്ളവര് നിസ്കരിക്കൽ കുറവാണ്. ഞങ്ങൾ വീട്ടിൽ കരിക്കില്ല, ദിവസം പള്ളിയിൽ പോകും, അതുകൊണ്ടാണ് ഞങ്ങളറിയാത്തത്. ആണോ? അങ്ങനെയാണോ? വീട്ടിൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമല്ലോ സാധാരണ. സുന്നത്ത് നിസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവര് പഠിപ്പിക്കൊന്നും വേണ്ടത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ വന്നിട്ട് തോളത്തോട്ടം കൊണ്ട് കയറിയിട്ടൊരു തൂങ്ങലും ആടലും ഒക്കെ ഉണ്ട് അവരുടെ. നമ്മളപ്പോൾ എന്താ ചെയ്യുക? കൈ പിടിച്ച് ഒരറ്റ കയറ് ഹയവാനെന്ന് പറഞ്ഞു എല്ലാത്തന്നെ നിസ്കരിക്കാൻ ഒരു വിധത്തിൽ കഴിക്കുന്നത്, അതിനിടയിലോട്ട് കയറി വന്നേക്കാം. അങ്ങനെയാണ് ചെയ്യുക. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടക്കാണ്, സുജൂദിൽ ദീർഘനേരം കിടക്കാൻ. ഒരു ചെവിയിലൊക്കെ പിടിച്ചിങ്ങനെ കറക്കി തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ ആ കുട്ടികളുടെ കളി കഴിയട്ടെ, അവർ കളിച്ചിട്ട് മാറട്ടെ, അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കിടക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ കാരുണ്യത്തിന്റെ ദൂതരാണ് ഹബീബ് റസൂലുള്ളാഹി. എന്താ കാര്യം? കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുമായി സംവദിക്കുമ്പോഴും അവരുമായി നിലകൊള്ളുമ്പോഴും അവരിലേക്ക് ഇറങ്ങാൻ, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരുത്തുകയാണ്. നമുക്ക് പ്രായമുണ്ട്, നമുക്കൊരു ഏജ് ഉണ്ട്, നമ്മൾ വലിയ ആളാണ്. പക്ഷെ അതല്ല, കുട്ടികളുമായി നിലകൊള്ളുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ മക്കൾ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ഓടി വന്നണയും. നമ്മൾ അവരെ വാരി എടുക്കണം, ഒരു ചുംബനം കൊടുക്കണം. അല്ലാതെ ആ സമയത്ത് ഇപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ച് കുട്ടികളെ ഓടിച്ച് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നീ പിടിക്കാൻ നോക്കുമ്പോൾ പിള്ളേർക്ക് വേണ്ട. ശരിയല്ലേ? കാരണം അവരെ ആദ്യം വന്ന സമയത്തായിരുന്നു വേണ്ടത്. അവരത് കഴിഞ്ഞപ്പോൾ വേറെ തിരക്കായി. നമ്മൾ വലിയ കുളിച്ച് റെഡിയായി വലിയ സ്റ്റൈലിൽ വന്നിരിക്കുക. പിന്നെ കുട്ടികളുടേതാകുന്ന സൈക്കോളജിയാണ്. അവരെ ആ സമയത്ത് എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ചുംബനമൊക്കെ കൊടുത്ത് എന്തെങ്കിലും ഒരു കുട്ടികളുള്ള വീട്ടിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ടായി ആണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവർക്കൊരു സന്തോഷമാണ്. എല്ലാ ദിവസവും വലിയ മീറ്ററോളുമായിട്ട് പോകണമെന്നല്ല, എന്തെങ്കിലും ഒരു സാധനം, ഒരു 50 പൈസയുടെ അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു മിഠായി ആണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കുട്ടികൾക്കൊരു സന്തോഷം, അവരത് പ്രതീക്ഷിക്കുന്നുമുണ്ട്.
അങ്ങനെ നമ്മൾ കുട്ടികളുമായി ഇടപഴകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശൈലിയാണ്. ആ രീതിയിലേക്ക് നമ്മൾ അവരിലേക്ക് ഇറങ്ങണം. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്ക്. നമ്മുടെ കൂടെ ഒരു 10 മിനിറ്റ് കുട്ടികൾ നിലകൊള്ളുന്നില്ല എങ്കിൽ അതിനർത്ഥം വാപ്പയോട് അവന് ഇഷ്ടമല്ല, ഉറപ്പാണ്. ഭക്ഷണം കഴിക്കാൻ വാപ്പാടൊപ്പം തീന്മേശയിൽ മക്കൾ വന്നിരിക്കുന്നില്ല, ചെറുപ്പക്കാർ വന്നിരിക്കുന്നില്ല എങ്കിൽ അവൻ നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വിളിക്കുമ്പോൾ പറയാം, മോനെ അവിടെ നിന്നിരിക്കും. ബഹുമാനം കൊണ്ടല്ല, മറിച്ചെന്താ ഓൾഡ്, അവൻ്റെ ചിന്ത അതാണ്. അങ്ങനെ വന്നു തുടങ്ങിയപ്പോയി. അതേസമയത്ത് വാപ്പ വിളിക്കുമ്പോൾ വലിയ ബഹുമാനത്തോട് വന്നിരുന്ന് അതുപോടുകൂടി കഴിക്കാൻ തുനിയുന്നുണ്ടോ? ഇന്നും അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന മക്കളുണ്ടോ? ഓ സാലിഹാണ്, ഉറപ്പാണ്. അത് നന്നാവും. അത് നന്നായിട്ടുണ്ടെന്നല്ല തെളിവാത്. ഇന്ന് മാതാപിതാക്കളോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് ആഹാരം കഴിക്കാൻ മക്കൾ തയ്യാറാകുന്നില്ലല്ലോ. ഇന്ന് വാപ്പയും ഉമ്മയും തന്നെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനും തയ്യാറാകുന്നില്ല. ഉണ്ടാ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണ്ടോ? ഇല്ല. നമുക്ക് സെപ്പറേറ്റ് ഇരുന്നാൽ മതി, ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, ഭാര്യയും വേണ്ട. കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഭാര്യയും വേണമായിരുന്നു. അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും എടുത്ത് വലിയ സംഭവമായിരുന്നു. അപ്പൊ നീ എന്തിനെ ഇവിടെ വന്നിരിക്കുന്നു? പാത്രം കഴിയാൻ എന്ന് പറഞ്ഞാൽ അവളെ ഓടിക്കുക. എപ്പോഴത്തെ ബന്ധങ്ങൾ അകൽച്ചയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. രാത്രിയിലെ ഭക്ഷണം ഒരുമിച്ചിരുന്നു കൊണ്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. പകല് നിങ്ങൾ തിരക്കായി പോയി. രാത്രിയിലെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക. കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കണം. ഭാര്യയോട് പറയാം, ഒരുമിച്ച് എല്ലാം ഇങ്ങോട്ട് കറിയൊക്കെ ഇവിടെ എടുത്ത് വെക്കുക. എന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുക മക്കളും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ മക്കളെങ്ങനെ കണ്ണോടിക്കുക. അപ്പോഴേ അറിയാം അവൻ്റെയൊക്കെ കോലവും രൂപവും അവൻ്റെ കണ്ണും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം രൂപം കിട്ടും. അപ്പോൾ പിന്നെ കണ്ണൊന്നും നോക്കി മനസ്സിലാക്കാൻ പറ്റൂല. അഞ്ചാവ് അടിച്ചാലും കണ്ണ് ചോക്കായിരിക്കാൻ പറ്റുന്ന മരുന്ന് ഇപ്പോൾ ഉണ്ട്. അതൊക്കെ കണ്ണിൽ എത്തിച്ചിട്ട് നല്ല റാഹത്തായിട്ട് തെളിഞ്ഞ കണ്ണുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം സുഖല്ലേ റാഹത്ത. അപ്പം നോക്കണം അകലെ ഇവൻ എത്ര ദൂരെ പോയിരിക്കുന്നതെന്ന്. 2 മീറ്റർ അപ്പുറത്തെ സൈഡിലാണ് വാപ്പ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് മാറിയിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കാം താനെന്തോ അടിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം അതും പറ്റൂല. കാരണം മക്കളെ ശ്രദ്ധിക്കത്തുമില്ല. സ്വന്തം മക്കളെ നന്നാക്കാൻ വേണ്ടി മെനക്കെടുന്ന മാതാപിതാക്കൾ അങ്ങനെ ദുനിയണ്ട. അതാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഖുർആൻ പറഞ്ഞത് മനസ്സിലാക്ക്. ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ചില ഭാര്യമാരും ചില ഭർത്താക്കന്മാരും ചില മക്കളും അദുവ്വലക്കും, നിങ്ങളുടെ ശത്രുക്കളാണ് കേട്ടോ. ഖുർആൻ പറഞ്ഞത് എല്ലാവരും എന്നല്ല പറഞ്ഞത്, ചിലരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എല്ലാ മക്കളും സാലിഹാവാം, ചിലപ്പോൾ ഒരുത്തം മതി നിങ്ങളുടെ കുടുംബത്തെ പറയിക്കാൻ. നിങ്ങളുടെ വാപ്പ വല്യാപ്പ മുഖേന കൊണ്ടുവന്ന ഒരു തറവാടിത്തൊരു മഹത്വം ഉണ്ട്, അതില്ലാതാക്കാൻ ഒറ്റൊരുത്തം മതി. അവനൊരു സെക്കൻഡിലുണ്ടായ തോന്നലിലൂടെയാണ് അവൻ ആ സിഗരറ്റ് വലിക്കാൻ തോന്നിയത്. ഒരു കൂട്ടുകാർ വൈകിട്ട് ട്യൂഷൻ വിട്ടതാണ്. ആ ട്യൂഷനിലുള്ളത് 1-2 കൂട്ടുകാർ ഫ്രണ്ട്സുകൾ നിർബന്ധിച്ചപ്പോൾ ഒരു ബഫ് എടുത്താണ്. പിറ്റേ ദിവസം അത് 2ആയി. പിറ്റേ ദിവസം അവൻ തന്നെ ഒരു സിഗരറ്റ് വാങ്ങാനുള്ള കാശ് കൊടുത്തു. ആദ്യം കൂട്ടുകാർ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയാണല്ലോ. നീ വലിച്ചു നോക്കടാ, അല്ല റാഹത്താന്ന് പറഞ്ഞു എന്നെ പഠിപ്പിക്കുകയാണ്. ചായ വാങ്ങിച്ചു കൊടുത്തില്ലേലും സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടുകാരുണ്ടാവും. അത് പണ്ടുപോലെ അങ്ങനെയാണ്. കള്ളും അങ്ങനെ തന്നെയാണ്. ഒരു ക്വാർട്ടർ പൈസ ഫുഡ് വാങ്ങിച്ചെടുക്കാനില്ല, ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലേലും ക്വാർട്ടർ കടം വാങ്ങിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാം. ഇങ്ങനത്തെ ആളുകൾ ലോകം എവിടെ എത്തിപ്പോയി ചിന്തിക്കണം. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസാര കാര്യമാണോ കള്ളും ലഹരിയൊക്കെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖംറ ബിന്നഹാർ ളല്ല മുശ്രികാ വമൻ ശരിബൽ ഖംറ ബില്ലൈൽ ബാത മുശ്രികാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പകലിൽ മദ്യപിക്കുന്നതായ സഹോദരാ സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠമാ. നീ മുശ്രിക്കാവുകയാണ്, നീ അവിശ്വാസത്തിലേക്ക് പോകുന്നവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമൻ ശരിബൽ ഖംറ ബില്ലൈൽ ബാത മുശ്രികാ. രാത്രി
രാത്രിയിൽ ആരും അറിയാതെ രഹസ്യമായി കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, നീ മുശ്രിക്കാവുകയാണ്, അവിശ്വാസത്തിലേക്ക് പോവുകയാണ്, നിന്നിലുള്ള ഹിദായത്ത് നഷ്ടം സംഭവിക്കുകയാണ്. തൗബ ചെയ്തില്ല എങ്കിൽ വലിയ വിപത്താണ്, വിപത്താണ്. കള്ളുകുടി നിസ്സാരമായി കാണരുതേ, വലിയ പാതകമാണ്, വലിയതായ പാതകമാ. ഏറ്റവും വലിയ തെറ്റുകുറ്റമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കള്ളുകുടിയാണ്. കാരണം കള്ളുകുടിക്കുന്നതിലൂടെ സ്വന്തം മാതാവിനെ മാതാവാണെന്നുള്ള തിരിച്ചറിവ് അവനില്ലാതെ പോകുകയാ, പിതാവിനെ പിതാവാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോവുകയാണ്. സ്വന്തം മക്കളെ പോലും, സ്വന്തം ജന്മം കൊടുത്തതാകുന്ന പിതാവായിട്ട് പോലും സ്വന്തം മക്കളെ തിരിച്ചറിയാതെ വിചരിച്ചു പോകുന്നില്ലയോ? കള്ളിന്റെ പേരിലാണ്, കള്ളിന്റെ പേരിലാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മനുഷ്യരിബൽ ഖമറാ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്നതായ നീളക്കുപ്പായം, ഇട്ടിരിക്കുന്ന കമീസ് ഊരി തലവഴി ഊരി കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹകദാ ഹകദാ, ഈ രീതിയിൽ മുഅ്മിനായ മനുഷ്യന്റേതാകുന്ന ഈമാൻ ഉരപ്പെട്ടു പോകുമേ. ഞാൻ ഈ വസ്ത്രം തലവഴി ഊരിയതുപോലെ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളില്ലാതെ ജീവിതം എനിക്ക് മുന്നോട്ട് പറ്റൂല എന്ന് കരുതുന്നതാകുന്ന ക്യാമ്പസിലുള്ള സഹോദരി, ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കാൻ നിലകൊള്ളുന്നതായ സഹോദരങ്ങളില്ലയോ? ഒരുപാട് കുപ്പികൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കുടിച്ചു തീർത്തതാകുന്ന രക്ഷിതാക്കളില്ലയോ? തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, ഇല്ലെങ്കിൽ വിപത്താണ്, വലിയ പാതകമാണ്, പാതകമാണ്. യൻസിഉ മിൻഹുൽ ഈമാൻ, ഈമാൻ ഊരപ്പെട്ടു പോകുന്നവരാണ് അവരെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ കള്ളു കുടിക്കുന്നവരുമായി ഒരു ബന്ധവും പുലർത്തരുതേ, പുലർത്തരുതേ. വലാ തജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു ഫീഹിൽ ഖംറു, കള്ളു കൊടുക്കുന്നതായ കള്ള് ഷാപ്പിലേക്ക് അവിടെ നല്ല ചൂടുള്ളതാകുന്ന മീൻകറി, എരിവും പുളിയുമുള്ളതാകുന്ന മീൻകറി ലഭിക്കുമെന്ന് കരുതി അവിടെ പോയിരുന്നു കൊണ്ടത് കഴിക്കാനും അത് വാങ്ങാനും നീ തുനിയരുതേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യൂട്യൂബിലൂടെ വീഡിയോ നീ കണ്ടേക്കാം. കള്ള് ഷാപ്പില് നല്ല കറി, നല്ല മുളകിട്ടതാകുന്ന മീൻകറിയുണ്ട്, നല്ല കപ്പയുണ്ട്. എന്നാൽ ആ കള്ള് ഷാപ്പിൽ പോയി എനിക്കൽപ്പം കപ്പയും മീൻകറിയും വാങ്ങണമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? വലാ തശറ വലാ തദ്രിസ് അലാ മാഇദത്തിൻ യുശ്റബു ഫീഹിൽ ഖംറു, കള്ളു കൊടുക്കുന്ന സ്ഥലമാണ് എങ്കിൽ അവിടേക്ക് പോകരുതേ, ഇരിക്കരുതേ. അത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പോയി താമസിക്കരുതേ, ഭക്ഷണം കഴിക്കരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബാർ ഹോട്ടലുകൾ നല്ല ഹോട്ടലാണ്, നല്ല സൗകര്യമാണ് അവിടെ. നല്ല കറിയാണ്, സൂപ്പർ കറി. ഇപ്പൊ യൂട്യൂബിലൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്, എന്ത് നല്ല കള്ളും, സൂപ്പർ നാടൻ കള്ളും. എന്നിട്ട് അവിടെ പോകുന്നില്ലേ, ഇഷ്ടം പോലെ ആളുകൾ പോകുന്നുണ്ട്. എത്ര ആളുകൾ, മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, സഹോദരിമാരുൾപ്പെടെ എത്ര ആളുകൾ അവിടെ പോയിരുന്നു കൊണ്ട് പരസ്യമായി നാടൻ കള്ളും കുടിച്ച് കപ്പയും നിന്ന് നല്ലതാകുന്ന മീനും വഴുത്തിയടിക്കുന്നവരില്ലേ? കള്ള് കൊടുക്കുന്നതാകുന്ന ഒരു സുപ്രയിൽ ഇരിക്കരുത് ഹബീബ് റസൂലുള്ളാഹി. അവിടെ പോയി ആ സാധനം നല്ല ഭക്ഷണം, നല്ല റാഹത്ത, ഇളത്ത പോത്താണ്, കഴിച്ചു നോക്കണം. നല്ല കുരുമുളക് ഇട്ട് വറ്റിച്ച നല്ല കരിമീൻ കൊണ്ട് വിശുദ്ധമായ ഖുർആനിക അധ്യാപനം വന്നപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന പിൽക്കാലത്ത് വന്ന പ്രമുഖരാകുന്ന സ്വഹാബത്തെ കിറാം ഇസ്ലാം മതത്തിലേക്ക് ദീനിന്റേതാകുന്ന ആദർശ വിശുദ്ധി പരിപൂർണമായി നിലകൊള്ളണമെന്ന് മനസ്സിലാക്കി കള്ളിൻ്റെതാകുന്ന വീപ്പകൾ മുഴുവനും മറിച്ചിടുകയാണ്. മദീന മുഴുവനും കള്ളിന്റെ പുഴകളായി.
സുബ്ഹാനല്ലാഹ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് നിരോധിക്കാനായില്ലേ, നിങ്ങൾ നിർത്താനായില്ലേ ഈ പണി എന്ന് ചോദിച്ചു. ഖുർആനിന്റെ ശാസന വന്നപ്പോ കള്ളിന്റെ വീപ്പകൾ ഒഴിച്ചു വിടുകയാണ്. മനസ്സിലാക്കണം, അവരുടെയൊക്കെ ഈമാനിക പവർ എത്രയാണ്, ചെറിയ കാര്യമാണ്. അത് കള്ള് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ക്യൂ നിൽക്കുക, ആ അതവും ഗുരുത്വവും കണ്ടാൽ അവൻ അവാർഡ് കൊടുക്കാൻ തോന്നും. ജീവിതത്തിൽ ഇതുപോലെ ബീവറേജിന്റെ മുന്നിലൊക്കെ നിൽക്കും, ഇങ്ങനെ വിനയത്തോടുകൂടിയുള്ള നിൽപ്പം, മണിക്കൂറുകൾ, എത്ര നേരം വേണമെങ്കിൽ നിൽക്കും, ഒരു വിഷയമില്ല. ആ മനുഷ്യൻ പള്ളിയിൽ വന്നിട്ട് ഒരു 2 മിനിറ്റ് നിൽക്കോ നിസ്കരിക്കാൻ? 2 മിനിറ്റ് നിൽക്കോ? തറാവീഹിന് 20 റക്അത്ത് അലം നശ്റഹ് മുതൽ താഴോട്ട്, അല്ലെങ്കിൽ അലം കൈഫ് മുതൽ താഴോട്ട് പോകുന്ന മുസ്ലിയാരെ അന്വേഷിച്ച് ദുനിയാവ് മുഴുവൻ നടക്കുകയാണ്. നിൽക്കാൻ മേല, മുട്ടിന്റെ ദൈവമാനം. എന്നിട്ട് പുള്ളി എവിടെ അവസാനം നോക്കി നിൽക്കുന്നത്? ബിവറേജിന്റെ മുന്നിൽ ഇങ്ങനെ അതബോടുകൂടി. മണിക്കൂർ 3 ഒരു കുഴപ്പമില്ല, കാലിന് വേദനയില്ല. കാരണം വേദന സംഹാരി ഗുളിക വാങ്ങാൻ നിൽക്കുകയാണ്. അടിച്ച് ഫിറ്റ എവിടെയെങ്കിലും പോയി കിടക്കാം. ചിന്തിക്കണം ഈ ഉമ്മത്ത് എവിടെ എത്തിപ്പോയെന്ന്. ഇതൊക്കെ പറയുമ്പോഴല്ലേ വിഷയമുള്ളൂ, ചെയ്യുന്നതിന് വിഷയമില്ലല്ലോ അല്ലേ? എല്ലാരും അങ്ങനെയല്ലേ? അലന്തര കൈഫ മുതൽ താഴോട്ട് പോകുന്ന സ്ഥലത്തല്ലേ ആള് കൂടുതൽ. എന്താ കാര്യം? നിൽക്കാൻ മേല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും സൂറത്തു നിസാഉം ഒക്കെ ഓതി നിസ്കാരം നിർവഹിച്ചത് പരിശുദ്ധമായ ഹദീസുകളിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട്. 4 റക്അത്ത് കൊണ്ട് 4 സൂറത്ത്, വലിയ വലിയ സൂക്തങ്ങൾ. എത്ര ജുസ് ആയിരിക്കും ഓതിയിട്ടുണ്ടാവുക? അത്രയൊന്നും വേണ്ട, ഒരു ജുസ് എങ്കിലും തീർത്തിട്ട് ഒരു തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാകലുണ്ടോ? അങ്ങനെയാണെങ്കിൽ 30 ജുസ് തീർക്കാം, അതിന് പോലും നമുക്ക് പറ്റൂല. എന്നാൽ ഈ സൂറത്തുൽ ഫീൽ ഓതുന്ന പള്ളിയും ഈ വിശുദ്ധമാക്കപ്പെട്ടതായ ഖത്മുകൾ പൂർത്തീകരിച്ച് ഓതുന്ന പള്ളിയും തമ്മിൽ അന്തരം നോക്കുകയാണെങ്കിൽ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ സമയ വ്യത്യാസം. അതിൽ കൂടുതലുണ്ട്, പോയാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് സമയമില്ല. 10 മണിയാകുമ്പോൾ ഇവിടെ തീർന്നാൽ 10:30 ആകുമ്പോൾ മറ്റിടത്തും തീർന്നിട്ടുണ്ടാവും. അപ്പൊ അരമണിക്കൂർ നിൽക്കാനാണ് നിനക്ക് പറ്റാത്തത്, അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഓന്ന തയ്ക്കാവ് അന്വേഷിച്ച് ബുള്ളറ്റ് ഇങ്ങനെ കറങ്ങുക. ഇവിടുന്ന് ഒരു പോക്ക് പോയാൽ ഇങ്ങനെ കരുനാഗപ്പള്ളി മുഴുവൻ കറങ്ങി നടക്കുക. വേഗം തീരുന്ന പള്ളി എവിടെയുള്ളത് അവിടെ പോയേ കൂടുള്ളൂ. അലന്തറ മുതൽ ഓതിയാ പോരാ, അത് തന്നെ നല്ല സ്പീഡിൽ ഓതുന്ന മുസ്ലിയാരുണ്ടെങ്കിൽ അവിടെ ഓടുക. അങ്ങനെ ലോകം എത്തിപ്പോയി. നമ്മൾ എത്രയോ മടിയന്മാരാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല, ആ ഖുർആൻ കേട്ടുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. നീ ഓതുന്നില്ലെന്ന് മാത്രമല്ല, ഓത്ത് കേട്ടിട്ടൊരു 10 മിനിറ്റ് റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കാൻ പോലും നമുക്ക് മടിയാണ്. എന്നാൽ ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് നിലകൊള്ളാൻ നിനക്ക് പ്രശ്നമല്ല. മറ്റെന്തെങ്കിലും കേന്ദ്രങ്ങളിൽ കിറ്റ് കിട്ടുന്ന സ്ഥലത്തിൽ ഓണത്തിന്റെ കിറ്റ് വിതരണം നടക്കുക, റേഷൻ കടയിൽ മണിക്കൂറുകളാം ക്യൂ നിന്നാലും നിനക്ക് വിഷയമല്ല. ദീനിന്റെ ഒരു വിഷയം വരുമ്പോ നീ പിറകോട്ട് പോയി. എവിടെയാണ് നിന്റെ ഈമാൻ നഷ്ടം സംഭവിച്ചത്? നീ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവരെ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പാനീയം കുടിപ്പിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ, ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? മാതാപിതാക്കളുടെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി കിടക്കുന്നവരില്ലയോ? ഇന്ന ലില്ലാഹി അഹദാ
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കരാറുണ്ട്. ലിമൻ യശറബുൽ ഖംറ അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർക്ക് നാളെ ആഖിറത്തിലെത്തുമ്പോ തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് അവന് നൽകുമേ. അവന് നൽകുന്ന കുപ്പിയുടെ പേരാണ് തീനത്തുൽ ഖബാൽ. വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. ആദരവായ പ്രവാചകൻ ഇത് പറയുമ്പോ സഹാബത്ത് വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാ, എന്താണ് നബിയേ തീനത്തുൽ ഖബാൽ, ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? ദുനിയാവിൽ ലഹരി നുണയുന്ന ചെറുപ്പക്കാർക്ക്, ലഹരി നുണയുന്നതായ ആളുകൾക്ക് മാരകമാകുന്ന MDMA ഉൾപ്പെടെ കച്ചവടം ചെയ്തത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് നുകർന്നുകൊണ്ട് ജീവിക്കുകയും അതിലൂടെ ദുനിയാവ് ആസ്വദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ അവരേത് രീതിയിലാണ് ആഖിറത്തിൽ എത്തിപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ്. തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് അവർക്ക് കുടിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാനീയമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. തീനത്തുൽ ഖബാലി എന്താണ് റസൂലേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. കത്തിജ്വലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകൾ അവരുടേതാകുന്ന മുൻദ്വാരത്തിലൂടെയും അവരുടെ പിൻദ്വാരത്തിലൂടെയും പുറത്തു വരുന്നതായ മാലിന്യങ്ങളില്ലയോ, അവരുടെ കക്ഷത്തിലൂടെയും അവരുടെ ശരീരത്തിലൂടെയും നിർഗളിക്കുന്നതായ വിയർപ്പിൻ്റെതാകുന്ന ഗന്ധികളില്ലയോ, ആ വിയർപ്പിന്റെ കണികകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതെല്ലാം കൂടി ജ്യൂസടിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ദുനിയാവിൽ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകളുടെ ഗുഹ്യഭാഗത്തിലൂടെ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് മോശമാകുന്ന ചീഞ്ചലം ഒഴുകുകയാണ്. ആർക്ക് കണ്ടാലും വെറുപ്പാണ്. വയുസ്ഖൗന മിൻ സദീദിൻ വജീഫാ. മോശപ്പെട്ടതാകുന്ന രീതിയിലൂടെ അവരുടെ ഗുഹ്യത്തിലൂടെ ഒലിച്ചു വരുന്നതായ ചീഞ്ചലമില്ലയോ, അതാണ് നാളെ ജ്യൂസ് അടിച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്ക് ദുനിയാവിൽ ലഹരി കൊണ്ട് അടിമപ്പെട്ട ജീവിതം നയിച്ചവർക്ക് ആഖിറത്തിൽ കുടിപ്പിക്കപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരെ നിന്റെ വാ തുറപ്പിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു തരിക സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകളാണെന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. قال عرق أهل النار أو عصارة أهل النار. കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ വിയർത്തുലസിക്കുന്നതാകുന്ന ആളുകളുടെ വിയർപ്പിന്റെ കണികാലം അവരുടെ ശരീരത്തിൽ നിന്ന് പുറകോട്ട് നിർഗളിക്കുന്നതായ മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും കടന്നു വരുന്നതായ ചീഞ്ചലം ജ്യൂസ് അടിച്ചിട്ട് ഇവരുടെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് നാളെ നരകാവകാശികളായ കള്ളുകുടിയന്മാരാകുന്ന വലിയ പാതകികൾക്ക് നൽകപ്പെടുന്നതായ പാനീയം. നിസ്സാരമായി കാണരുത്. വലിയ വലിയ വിപത്താണ്. അതുകൊണ്ട് ലഹരി നുണയുന്നവരുണ്ട് എങ്കിൽ, കള്ളു കുടിക്കുന്നവരുണ്ട് എങ്കിൽ, ജീവിതത്തിൽ ഒരു വേള കള്ളു കുടിച്ചവരാണെങ്കിലും തൗബ ചെയ്യാൻ തയ്യാറാണ്. തെറ്റ് വന്നു പോകാൻ സ്വാഭാവികമാണ്. കൂട്ടുകാർ മുഖേന അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രലോഭനം മുഖേന ആരെങ്കിലും ഒരുത്തൻ കൊണ്ടുപോയി നമ്മൾ ഒരു വേള അങ്ങനെ കുടിപ്പിച്ചു, അറിയാതെ കുടിച്ചുപോയി. തൗബ ചെയ്യാൻ തയ്യാറാകണം. പുറകോട്ട് മാറരുത്. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ആളുകളില്ല എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ശ്രദ്ധിക്കാതെയും പോകരുത്. ശരിക്കും ശ്രദ്ധിക്കണം. ഫഹ്ദറൂഹും, മക്കളെ ശരിക്കും ശ്രദ്ധിക്കണേ. ഖുർആനാണ് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതാ, ശരിക്കും ശ്രദ്ധിക്കണം. ആൺമക്കളെയും ശ്രദ്ധിക്കണം, പെൺമക്കളെയും ശ്രദ്ധിക്കണം. പെൺമക്കളെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ,
ഓണത്തിനും അതുപോലെ തന്നെ മറ്റുള്ളതാകുന്ന ഏതെങ്കിലും പെരുന്നാളുകളും ഒക്കെ വരുമ്പോ, അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടുകാരികളുടെ ബർത്ത്ഡേ വരുമ്പോ ഇത്തരത്തിലുള്ള കുപ്പികൾ വാങ്ങി പൊട്ടിക്കുകയാണ് രഹസ്യമായി. ഹോസ്റ്റൽ സൗകര്യങ്ങളിലൊക്കെ നിലകൊള്ളുന്ന മക്കൾ അധികവും അത്തരത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും ഉണ്ടാവും കള്ളു കുടിക്കുന്നത്. അവർ നിർബന്ധിക്കാം, കൂട് ഇച്ചിരി കുടിച്ചു, സ്വല്പം കുടിക്കുന്നത്, ആൽക്കഹോളൊന്നും ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അഡിക്റ്റാക്കുകയാണ് എത്രയോ മക്കൾ. ഇത് കഴിയുമ്പോൾ പല രീതിക്കുള്ള രതിക്രടയിലേക്ക് അകപ്പെട്ടു പോകാൻ, അശ്ലീല സിനിമകൾ കാണുക, അത് കണ്ടിട്ട് മോശമായ ചുറ്റുപാടുകളിലേക്ക് പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സംഭവങ്ങളും കഥകളും ആനുകാലിക വിഷയങ്ങളും ഒന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ. അതുകൊണ്ട് മാറ്റത്തിന് അനിവാര്യമാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, നിർബന്ധമായും മാറ്റം വരണം. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഏത് സമയത്തും ഈമാൻ തെറ്റിപ്പോകാം. ദുആ ചെയ്യണം. നമ്മൾ മക്കൾക്ക് വേണ്ടി ദ്വാരന്നാൽ പോരാ, നമ്മളെയും അള്ളാഹു സാലിഹായി നിലനിർത്താൻ ദ്വാരക്കണം. അള്ളാഹു അതിനെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സാലിഹീങ്ങളോടൊപ്പം അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുവേണ്ടി ദ്വാരക്കണം. നിങ്ങൾ നോക്ക്, യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. വഫാത്തിന്റെ സമയമെടുത്തു. അദ്ദേഹം ദുആ ചെയ്യുന്ന പ്രാർത്ഥന സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നു. അദ്ദേഹം ദുആ ചെയ്ത് എന്തെന്നറിയോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹു നീ എനിക്ക് അധികാരത്തിന്റെ പരമോന്നത പദവി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഈജിപ്തിൻ്റെതാകുന്ന മന്ത്രി പദത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു, പ്രധാനമന്ത്രിയാക്കി, ജനങ്ങൾക്കിടയിൽ വലിയതാകുന്ന സൗകര്യമുള്ള വ്യക്തിയാക്കി എന്നെ മാറ്റി. വലിയ അധികാരം എനിക്ക് നീ തന്നു. ഒരു കാലഘട്ടത്തിൽ 10 വയസ്സുള്ള എന്നെ എൻ്റെ 10 സഹോദരങ്ങൾ ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടതാണ് എന്നെ. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം എന്നെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായി ആ 10 സഹോദരങ്ങളും എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് നിന്ന് എൻ്റെ മുന്നിൽ റേഷൻ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പടച്ചറമ്പ് നീ എന്നെ എത്തിച്ചു. പറഞ്ഞാൽ വലിയൊരു തൗഫീഖ് എനിക്ക് തന്നു, അധികാരം, വലിയ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ നീ എത്തിച്ചു. അല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ഒരുപാട് അറിവുകൾ നീ നൽകി. നീയാണെങ്കിലോ ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ സൃഷ്ടിച്ചവനാണ് നീ. അന്ത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ സഹായി. ഇതൊക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് പറയാം, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്താണെന്നറിയോ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിച്ച് എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർത്ത് തരണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ ചോദിക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ അപ്പുറത്തെ യൂസുഫ് ആക്കാടെ അതല്ലേ പറഞ്ഞത്? യൂസുഫ് നബി അലൈഹിസ്സലാം. എന്തിനാ ഇത് പറഞ്ഞത്? പ്രവാചകനായിട്ട് പോലും അവസാനത്തെ ചോദ്യം അതാണ്. സാലിഹായി എനിക്ക് മരിക്കാനും മോമിനായി മരിക്കാനുള്ള അവസരം എനിക്ക് തരണം. നിസ്സാര കാര്യമല്ല. നമുക്കിടയിൽ ജീവിക്കുന്നതാകുന്ന ആളുകൾ അവസാനം കള്ളുകുടിച്ചവൻ മരണപ്പെട്ടു പോയി ആ രീതിയിൽ മരണപ്പെട്ടാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ ശിക്ഷയാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാൽ ഇത്രയും കാലം ഒരാൾ അമുസ്ലിമായി ജീവിച്ചു, 90 വയസ്സ് വരെ. എന്നിട്ട് അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 91ാമത്തെ വയസ്സിനെ മരിക്കുന്നത് വെച്ചു, ഒറ്റ വർഷമേ പിന്നീട് മൂമിനായി ജീവിച്ചുള്ളൂ. അയാൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. 90 വയസ്സ് വരെ മൂമിനായിട്ട് ജീവിച്ചു, അവസാനമായപ്പോഴത്തേക്ക് മോശമായി പോയി, ആഖിബത്ത് മോശമായി, തീർന്നില്ലേ? അതായത് നമ്മൾ ഇതുവരെ ജീവിച്ചതുപോലെ അല്ല, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നന്നാവാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി മോശമായി പോകാൻ പാടില്ല ഒട്ടും. ഇതുവരെ ഉള്ളതാകുന്ന ഈമാനികമായ ഖുവ്വത്ത് കൂടുതൽ മാറ്റുകൂടി നല്ല റാഹത്തായ മരണം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ദ്വാരക്കുന്നത്.
ഇസ്സത്തായ മരണം. നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആഖിറത്തിലേക്ക് എനിക്ക് ഉന്നതി കിട്ടണം, ആ രീതിയിലുള്ളൊരു മരണം എനിക്ക് സാധ്യമാകണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. അത് ദുആ ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ. അതിനുവേണ്ടി തന്നെ നമ്മൾ നിലകൊള്ളണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് നീ നീങ്ങിപ്പോയാൽ വലിയ അപകടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സൂചിക ആ നിലയിലേക്ക് നീങ്ങുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദകും ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങളുടേതാകുന്ന യുവാക്കൾ പിഴച്ചു പോകുന്നതായ കാലഘട്ടം കടന്നു വന്നാൽ, നിങ്ങളുടേതാകുന്ന സ്ത്രീകൾ പിഴച്ചു പോകുന്ന കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടേതാകുന്ന യുവാക്കളില്ലയോ, 20ഉം 25ഉം വയസ്സുള്ളതാകുന്ന യുവാക്കളില്ലയോ, അവർ മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കള്ളും കഞ്ചാവുമായി നിലകൊള്ളുന്നതായ ഒരു കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അവരെ പറഞ്ഞ് നേരെയാക്കാൻ മാതാപിതാക്കളില്ലാത്ത, അവരെ പറഞ്ഞ് ശരിയാക്കാൻ ഇസ്ലാമികമാകുന്ന പ്രബോധകരില്ലാത്തതായ ഒരു ഘട്ടം കടന്നു വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഫഖാലൂ. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ നബിയേ? സ്ത്രീകളെ പിഴച്ചു പോകുന്ന കാലഘട്ടം ഉണ്ടാകുമോ നബിയേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലഘട്ടം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലഘട്ടം, ആ ചോദ്യം പ്രസക്തമാണ്. ഒരു കറാഹത്ത് പോലും ചിന്തിക്കാത്തതാകുന്ന, ഒരു മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് പോകാതെ ശരീരത്തിന്റെ നഗ്നതകളെ പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപിടിച്ച്, ശരീരത്തിന്റെ നഗ്നതകളെ പരിപൂർണമായി മറച്ചു പിടിച്ച്, സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരാളുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിക്കാതെ പരിപൂർണമായി മറച്ചു പിടിച്ച് നടന്നതാകുന്ന മുസ്ലിം സമുദായത്തിലേതാകുന്ന മുൻഗാമികളാകുന്ന സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കാലഘട്ടത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്. പടച്ചറബ്ബേ, ഞങ്ങളുടെ ഭാര്യമാര് പിഴച്ചു പോകുമോ? ഞങ്ങളുടെ ഭാര്യമാര് പിഴച്ചു പോകുമോ? സ്ത്രീകളെ പിഴയ്ക്കുന്ന കാലഘട്ടം കടന്നു വരുമോ? പുരുഷന്മാര് കള്ളു കുടിക്കുന്ന കാലഘട്ടം ഇനി വരുമോ? ചെറിയ മക്കൾ മോശപ്പെട്ടതാകുന്ന രീതിയിൽ യുവാക്കൾ മാറുന്നതായ കാലഘട്ടം കടന്നു വരുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ വശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ മോശമായ കാലഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. യുവാക്കളെ പിഴച്ചു പോകുന്ന, സ്ത്രീകളെ പിഴച്ചു പോകുന്ന, ഒരു ജിഹാദും മതത്തിന്റെ നിയമങ്ങളും പറയാത്തതാകുന്ന ഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമെന്ന് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശമായ ഘട്ടം ഇനി കടന്നു വരാനുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മയെ തിന്മയാകുന്ന കാണുന്ന ഘട്ടം കടന്നു വരുമത്രേ. നന്മയാകുന്ന സർവകാര്യങ്ങളെയും തിന്മയായി ചിത്രീകരിക്കുന്ന കാലഘട്ടം കടന്നു വരും സഹാബ. തിന്മകളെല്ലാം നന്മകളായി കടന്നു വരും സഹാബ. നന്മകൾ ഉപദേശിക്കുന്ന ആളുകളൊന്നും ഉണ്ടാവുകയില്ല. നന്മ ഉപദേശിക്കുന്നവരോട് ജനങ്ങൾക്ക് വെറുപ്പായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കള്ളു കുടിക്കരുത് എന്ന പ്രഭാഷണം നടത്തുന്ന പണ്ഡിതന്മാരോട്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന പിതാവിനോട്, കള്ളു കുടിച്ചാൽ നീ വീട്ടിൽ കയറരുത്
തേടരുത് മകനെ എന്ന് പറയുന്ന മാതാവിനോട് വെറുപ്പുള്ള മക്കളുള്ള കാലഘട്ടം കടന്നു വരാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ സഹാബത്ത് അക്ഷരാർത്ഥത്തിൽ നെട്ടുകയാണ്. 1400 വർഷമുള്ള സഹാബത്താണ് കള്ള് നിരോധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കള്ളിന്റെ വീപ്പകൾ മുഴുവനും മദീനയിലെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് തെരുവിലൂടെതാകുന്ന വലിയ പുഴയുണ്ടാക്കി കള്ളിന്റെ പുഴയാക്കി തീർത്തതാകുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അലങ്കരിച്ചിരുന്നതാകുന്ന പ്രിയപ്പെട്ട സഹാബത്ത് ആശ്ചര്യത്തോടുകൂടി കേൾക്കുകയാണ്. കാരണം അവരുടെ നേതാവായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു അങ്ങകയിലെ മദീനയിലെ ഏതോ ഒരു മണൽത്തരിയിൽ ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞ് ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞ് ഏതോ ഒരു പുൽമേടയിലാണ് മറിഞ്ഞത്. എവിടെയാണ് സ്ഥലമെന്നറിയില്ല. ആ പുല്ലിൻ്റെതാകുന്ന ഭാഗത്ത് വന്ന് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ സ്വല്പം പുല്ല് കഴിച്ചുവത്രേ. ഇതറിഞ്ഞതാകുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പിന്നീട് തന്റെ ജീവിതത്തിൽ ആടിന്റെ മാംസം കഴിച്ചിട്ടില്ല, അജമാംസം കഴിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കള്ള് നിരോധിക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹാബത്ത് മദീന മുഴുവനും കള്ളൊഴിച്ചു. അങ്ങനെ മദീനയിലേതാകുന്ന ഏതോ ഒരു പുൽമേടയിൽ കള്ള് മുറിഞ്ഞിട്ടുണ്ട്, കള്ളിൻ്റെതാകുന്ന വീപ്പ് മറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ആ പുല്ല് വന്നുകൊണ്ട് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്ന് ഏതാടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്നുകൊണ്ട് ആ പുല്ലുകൾ വന്ന് കഴിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ പിന്നീട് ഒരാടും കഴിക്കാതെ ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചതാകുന്ന സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. കാരണം ഞാൻ കഴിക്കുന്ന ആട് ആ പുൽമേടയിൽ മറിഞ്ഞതാകുന്ന കള്ളിന്റെ അംശമെങ്ങാനും കഴിച്ചിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ച് സൂക്ഷ്മതയുടേതാകുന്ന വലിയ വാദാനങ്ങൾ ലോകത്തിന് മലർക്കെ സമ്മാനിപ്പിച്ച സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, ആ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, വല്ലദീ യാ റസൂലല്ലാഹ് അവകാഇനു ദാലിക യാ ഹബീബല്ലാഹ്. ഈ രീതിയിൽ ഒരു കാലഘട്ടം ഇനി കടന്നു വരുമോ? നന്മ കൽപ്പിക്കുന്നവരോട് വെറുപ്പുള്ള കാലഘട്ടം, നന്മയെ തിന്മയായി കാണുന്ന കാലഘട്ടം, തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടം. അങ്ങനെ ഒരു ലോകം വരുമോ റസൂലേ? ആദരവായ പ്രവാചകൻ പറഞ്ഞു, സഹാബാ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ, ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബാ, അതിനേക്കാൾ വലുതിനെ കാണും സഹാബാ. അവസാന കാലഘട്ടത്തിലുള്ളതാകുന്ന സമൂഹം അതിനേക്കാൾ മോശപ്പെട്ട തെറ്റുകാരായി മാറുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി മദീന മിമ്പറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ? നന്മയെ തിന്മയാകുന്ന കാണുന്ന കാലഘട്ടം കടന്നു വരുന്നു. കള്ള് കുടിക്കരുത് എന്ന് പറയുമ്പോൾ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ കള്ളുകുടി ഹലാലാണെന്ന നിലയ്ക്ക് വ്യാപകമായി വിറ്റഴിക്കപ്പെടുകയും അത് കുടിക്കാൻ വേണ്ടി പരസ്യമായി ബീവറേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ക്യൂ നിന്നുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ പരസ്യമായി അടിക്കുകയും പൂസാകുകയും ചെയ്ത് സ്വന്തം മാതാവിനെ വരെ കടന്നു പിടിച്ച് സ്വന്തം മക്കളെ വരെ വ്യഭിചരിച്ച് വീടിന്റെ കടത്തിണ്ണയിൽ കിടന്നുകൊണ്ട് കടന്നുറങ്ങാൻ തയ്യാറാവുന്നതായ കാലഘട്ടം കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അതിനേക്കാൾ വലുതുണ്ടാകുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സാബാ അതിനേക്കാൾ വലുതുണ്ടാകും സാബാ. എന്താണ് അതിനേക്കാൾ വലുത് ചോദിച്ചു സാബത്ത്. നബി തങ്ങൾ പ്രത്യുത്തരം നൽകുകയാണ്, നിങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കാതെ തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാകുന്ന ആളുകൾ കടന്നു വരും സാബാ. കള്ളു കുടിക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, വ്യഭിചരിക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, സിനിമ കാണാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, അത് കാണാതിരുന്നാൽ നിങ്ങൾ അടിക്കുന്ന ഒരു യുഗത്തിലേക്ക് സമൂഹം എത്തിപ്പെടും സാബാ. കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആളുകൾ കടന്നു വരും സാബാ. നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സദാചാരത്തിന്റെ അഹിതകാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചോടിക്കുന്ന കാലഘട്ടം കടന്നു വരും സാബാ. ഇത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി
1400 വർഷം മുമ്പ് റസൂലുള്ള പറഞ്ഞ യുഗത്തിലേക്ക്, തലത്തിലേക്ക് ഇന്നത്തേതാകുന്ന സമൂഹം എത്തിയില്ലയോ? സമകാലിക സന്ദർഭങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ. പരസ്യമായി കള്ളു കുടിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ കൊഞ്ഞനം കുത്തുന്നവരല്ലയോ? അവരുടെ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ എടുത്തിട്ട് അടർത്തി മാറ്റിയിട്ട് അതിന്റെ ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ട് അതിന് മുറിക്ലിപ്പുകളാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വരുമാനമുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് ഇറങ്ങിത്തിരിച്ചില്ലയോ? എവിടെയാണ് സമൂഹം എത്തിയിരിക്കുന്നത് സഹാബ? എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിപ്പോകുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സഹാബത്ത് ചോദിച്ചു, ഇതിനേക്കാൾ വലുതിനി വരുമോ? നബിതങ്ങൾ പറഞ്ഞു, വല്ലദീ അശദ്ദു മിൻഹു സയകൂൻ ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്. ഇതിനേക്കാൾ വലുതിനിയും വരും ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പിഴയ്ക്കാത്ത നല്ലൊരു നവതലമുറയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുക. നല്ല സ്വാലിഹീങ്ങളാകുന്ന മക്കളെ നമുക്ക് ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരങ്ങൾ ചിട്ട വെക്കണം, ഇബാദത്തുകൾ കണിശത വെക്കണം. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് പോകുമ്പോ നമ്മുടെ ആൺമക്കളെ കൂടി ചേർത്ത് വാപ്പ കൊണ്ടുപോകണം. പെൺമക്കളെ അവ്വൽ വക്കത്തിൽ നമസ്കാര ചിട്ട വെക്കാൻ വേണ്ടി നിർബന്ധിക്കണം. വാല് കഴിഞ്ഞ് സുബൈക്ക് പുതച്ചുമൂടി കിടന്നുറങ്ങാൻ വിടരുത്. സുബൈക്ക് നിസ്കാരം നിർബന്ധമായി നിസ്കരിപ്പിക്കണം. മകളെ നിസ്കരിപ്പിക്കണം ഉമ്മ. മകനെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുവരണം ഉപ്പ. ഉപ്പയും പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ഇബാദത്തുകൾക്ക് കണിശത വെക്കണം. ഒരു മടിയും അതിന് വരരുത്. പള്ളി നമുക്ക് അടുത്തുണ്ട്, 5 വഖത്ത് നമസ്കാരം അവിടെ വരണം. ലാ സ്വലാത്ത ലിമൻ ഫീ ജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി ശഫീഉനാ റസൂലുള്ളാഹി. പള്ളിയുടെ ചാരത്ത് താമസിക്കുന്നവന് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി എന്ന്. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നതിന് എവിടെ നിസ്കരിക്കേണ്ടത്? പള്ളിയിൽ വരണം. പള്ളിയിൽ വരണം. നിസ്കാരം അവിടെ നിലനിർത്തണം. മക്കൾ എപ്പോഴും തർബിയത്ത് ചെയ്യപ്പെടുകയുള്ളൂ. പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന ജന്മദിനം കടന്നു വരുന്നു. റബീഉൽ അവലിൻ്റെതാകുന്ന പ്രഭാഷണങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അത് കേൾപ്പിക്കണം. മക്കൾ അത് കേട്ട് പഠിക്കട്ടെ. മക്കൾക്ക് ഇതുവരെ നിങ്ങളൊരു ചരിത്രം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. ഒരു ചരിത്രത്തിൻ്റെ ഒരു പുസ്തകം നിങ്ങളുടെ മകന് മകൾക്ക് വാങ്ങിക്കൊടുക്കും. അവർ വായിക്കാൻ പ്രായമെത്തിയെങ്കിൽ അവർക്കത് വായിച്ചു കൊടുക്കും. ചെറിയ കുട്ടികളാണ്, ചെറിയ കഥകൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളത് പഠിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കും. പാപ്പ ഉമ്മ നിങ്ങളെ പറയണം. പരിശുദ്ധ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ മദ്രസയിൽ കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ടോ ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റ ദിവസം മുടങ്ങാൻ പാടില്ല. ഒരു ദിവസത്തെ ക്ലാസ് പോലും മുടങ്ങാൻ പാടില്ല. നിർബന്ധമായും വിടണം. ഞാൻ ശനി ഞായറും വിടുന്നുണ്ട്, പോരാ, എല്ലാ ദിവസവും മദ്രസയിൽ വിടണം. ക്ലാസ്സുകൾ കറക്റ്റ് ചെയ്യണം. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. 1 മുത്തുനബിയോടുള്ള മഹബത്ത്, 2 ഖുർആൻ പഠിപ്പിക്കണം ഹബീബ് റസൂലുള്ളാഹി, 3 പരിശുദ്ധ പ്രവാചകന്റെ കുടുംബത്തോടുള്ള മഹബത്ത് പഠിപ്പിക്കണം ഹബീബ് റസൂലുള്ളാഹി, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം. ഇത് 3 മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയാൽ മക്കൾ പിഴച്ചു പോകില്ല. ഉറപ്പാണത്. അങ്ങനെ വിധങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ശീലം മക്കളുടെ മേൽ വരണം. എല്ലാ ദിവസവും ഒരു 100 സ്വലാത്ത് ഡെയിലി ചെല്ലുന്നു. ഒരു 10 സ്വലാത്തെങ്കിലും ദിവസവും മഗ്‌രിബിന് ശേഷം ഒന്ന് ചെല്ലു നോക്കിയാൽ മക്കൾ സ്വാലിഹാവും, ഉറപ്പാണ്. ചെല്ലിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ. ഇതൊക്കെ മഗ്‌രിബിന് മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ പള്ളികളിൽ പോലും അത് എടുത്ത് പോയി. ആരും വന്നിരിക്കുന്നില്ല, 1-2 ആളുകൾ മാത്രം. അവരിപ്പം മരിക്കുന്ന അഹ്ലുകാരാണ്, അതുകൊണ്ടാണ് അവരെ ജനിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ മൈൻഡ് ചെയ്യൂല. നേരത്തെ പള്ളി വന്നിട്ടുണ്ട്, പക്ഷെ ഒതു കൊടുത്ത് പള്ളിയിലോട്ട് കയറൂല. 1-2 കാക്കന്മാർക്ക് വേണ്ടി ഇത് വിട്ടിരിക്കുക. എവിടെ പോയി നമ്മുടെ അവസ്ഥ? അങ്ങനെ ആകാൻ പാടില്ല. പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ വരിൻ, ദിക്റുകൾക്ക് പ്രാമുഖ്യം കൊടുക്കിൻ, ഇബാദത്തുകളെ ശ്രദ്ധിക്കിൻ. പരിപൂർണമായി നമ്മുടെ പള്ളികളിലുള്ള നടക്കുന്ന ദിക്ർ ഔറാദ് കാര്യങ്ങൾ റബീഉൽ അവ്വൽ വരെയാണ്, മൗലിദ് പോലെയുള്ള പാരായണങ്ങളിൽ പങ്കെടുക്കിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീടുകളിൽ മൗലിദ് പാരായണം ചെയ്യുക. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. തഴവ ഉസ്താദിന്റെ വരികളാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.
കള്ളന് ശല്യം തന്നെയും ഒഴിയുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. എല്ലാ ദിവസവും നിത്യമായിട്ട് മൗലിദ്, മങ്കൂസ് മൗലിദ് ഉണ്ട്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ്. സുബ്ഹാന മൗലിദ് എന്ന ഇമാം ഹുസൈന്റെ ഗ്രന്ഥം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വെച്ചില്ലേ? 18ാമത്തെ വയസ്സിൽ മൽഹറുൽ അത്തം എന്നാണ് അതിന്റെ പേര്. എത്ര വയസ്സുണ്ടായിരുന്നു അവസാനം? 18 വയസ്സുള്ളപ്പോൾ അറബിയിൽ ഒരു ഗ്രന്ഥം എഴുതി, ഗദ്യ പദ്യ സമ്മിശ്രണമായി മുത്തുനബിയുടെ മൗലിദ് രചിച്ചു. ആര്? തഴവ ഉസ്താദ്. അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. മൽഹറുൽ അത്തം മനസ്സിലാക്കണം. നമ്മൾ അവരുടെ നാട്ടുകാരാണ്. ആ കിതാബ് ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതൊന്നും വേണ്ട, നിങ്ങൾ എന്തായാലും ഇതെങ്കിലും ഓത്. നിങ്ങളുടെ സാധാരണ നാടുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഓത്. വീട്ടിൽ പറക്കുന്നുണ്ടാവട്ടെ, വീടുകളിൽ സഹോദരിമാരെ ശ്രദ്ധിക്കൻ, സ്വലാത്ത് മക്കളെ ചേർത്തിട്ട് സ്വലാത്ത് ഇല്ലട്ടെ, നബിതങ്ങളോടുള്ള മഹബത്ത് വരട്ടെ, മക്കള് സാലിഹായി തീരട്ടെ. സാലിഹായി തീർന്നാൽ രക്ഷപ്പെട്ടില്ലേ? സാലിഹായിൽ കിട്ടുന്ന നേട്ടം എന്താ? എല്ലാ കാര്യങ്ങളും പടച്ചിറപ്പ് നടത്തി തരും. പിന്നെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്താൻ ഒറ്റ ആയത്ത്. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വഹുവ യതവല്ല സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളുടെ സർവ്വ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നീ ദിക്ർ ചെല്ലുന്നത്, നീ ഖുർആൻ ഓതുന്നത്, നീ നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, നീ ഹജ്ജ് ചെയ്തത്, നീ ഉംറ ചെയ്തത്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിയത്, നീ ഖുർആൻ പഠിച്ചത്, ഖുർആൻ ഓതുന്നത് എന്ന് വേണ്ട നിന്റെ ജീവിതത്തിലുള്ളതാകുന്ന സർവ്വ അമലുകളും നിന്റെ നീയത്ത് മുഴുവനും നിനക്ക് സാലിഹാകണമെന്നുള്ള നീയത്താണ്. നിന്റെ മക്കൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശം നൽകിയതും അവരെ കൊണ്ട് ചെല്ലിപ്പിച്ചതും മൗലിദ് വീട്ടിൽ പാരായണം നടത്തിയതുമെല്ലാം സാലിഹാവുക എന്നുള്ള നീയത്തിലാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ സാലിഹായാൽ കിട്ടുന്ന നേട്ടമാണ് ഇന്ന വലിയല്ലാഹുൽ نزل الكتاب وهو يتولى الصالحين. സാലിഹായാൽ നിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് നടത്തുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. നീ അത്തഹിയ്യാത്തിൽ ദുആ ചെയ്യുന്നില്ലയോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി അസ്സാലിഹീൻ. ഓരോ മുഅ്മിനും, ഇരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരും ഇന്ന് ഇശാ നമസ്കരിച്ചപ്പോഴും നീ ദുആ ചെയ്തതാണ് അത്തഹിയ്യാത്തിൽ. അസ്സലാമു അലൈനാ, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ നിന്റെ രക്ഷയുണ്ടാവണേ. വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, ലോകത്തുള്ളതാകുന്ന സർവ്വ സാലിഹീങ്ങളിലും രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചവരല്ലേ മുഅ്മിനീ? സാലിഹായാൽ കിട്ടുന്ന നേട്ടമാണ് ലോകത്തുള്ളതായ സർവ്വ മുഅ്മിനീങ്ങളുടെയും പ്രാർത്ഥന അല്ലാഹു നിനക്ക് നൽകുമേ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും പ്രാർത്ഥനയിൽ നീ ഉൾക്കൊണ്ടു. എന്താ കാരണം? നീ സാലിഹാണ്. ഞാനും ദ്വാരുന്നു, നിങ്ങളും ദ്വാരുന്നു. എന്ത്? സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. ആയിരുന്നോ ഇല്ലയോ? അല്ലേ? തഹിയ്യാത്തിൽ ദ്വാരുന്നില്ലേ? അതായത് അർത്ഥം സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് നീ ഗുണം ചൊരിയണേ അല്ലാഹ്. ഇത് ദ്വാരക്കാത്ത ഒറ്റ നിസ്കാരവും ഇല്ല, എല്ലാ നിസ്കാരത്തിലും ദ്വാരക്കും. മാഷാ അല്ലാഹ്. സാലിഹായാൽ കിട്ടുന്ന നേട്ടം മുഅ്മിനീങ്ങളുടെ ഒക്കെ പ്രാർത്ഥന നിനക്ക് കിട്ടും. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സാലിഹായ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്നത് തന്നെ നല്ല റാഹത്തായ നിലയിലാണ്. അവന്റെ ശരീരത്തിൽ ആത്മാവ് വേർപെടുത്തുന്നതും വളരെ മയത്തോടു കൂടിയാണ്, കൃപയോടു കൂടിയാണ്. ഉഖ്റുജീ
بروح وريحان ورب غير غضبان يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي. പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിലാണ് കാര്യം. അതുകൊണ്ട് ജീവിതം നല്ല മനോഹരമായ രീതിയിലാക്കണം. കുറഞ്ഞ കാലഘട്ടമേ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൂ. വയസ്സിപ്പോൾ തന്നെ 40, 50, 60 ഒക്കെ കഴിഞ്ഞു. മരിക്കേണ്ടവരല്ലേ നമ്മൾ. ഇനി നമ്മൾ നന്നാവാതെ പിറകോട്ട് പോയാൽ എങ്ങനെയാണ് റെഡിയാവുക? അതുകൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കാനുള്ള അമൽ നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, എത്ര സലാത്ത് നമ്മൾ ചൊല്ലി? ഈ റബീഉൽ അവ്വൽ മാസത്തിലെങ്കിലും നമ്മൾ മുടങ്ങരുത്. 300 എത്രയാണ്? 300 സലാത്ത് ചെല്ലിയവനെ സലാത്ത് ചെല്ലുന്നവൻ എന്ന് അവരെ കുറിച്ച് പറയാവുള്ളൂ എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. എത്ര സലാത്ത് ചെല്ലണം? ഒരാളെ കുറിച്ച് പറയരുത് അയാള് സലാത്ത് ചെല്ലുന്ന ആളാ കേട്ടോ എന്ന് നമ്മൾ ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ അയാൾ ഡെയിലി എത്ര ചെല്ലണം? 300 ചെല്ലണം. കാരണം കഴിഞ്ഞ് 3 സലാത്ത് ചെല്ലുമ്പോൾ തന്നെ അലുവ എടുത്തു കഴിഞ്ഞു. അജയ് മൂക്കി വരലിട്ടുണ്ട് 3 സലാത്താ കാരം കഴിഞ്ഞ മടിയാ നമുക്ക്. 300 സലാത്ത് ഡെയിലി ചെല്ലുന്നവനെ സലാത്ത് ചെല്ലുന്ന ആളെന്ന് പറയുള്ളൂ. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ചെല്ലി വരുന്ന എത്ര ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കിയവരല്ല. റൂഹെ ബയാൻ മജ്‌ലിസിൽ സ്ഥിരമായി സുബഹിക്ക് ശേഷം പങ്കെടുക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എത്ര നാളുകളായിട്ട് മാഷാ അല്ലാഹ് 313 സലാത്തൊക്കെ ദിനേന ചെല്ലി വരുന്ന സഹോദരിമാരുണ്ട്. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്നത് അവരറിയിക്കുന്നുണ്ട് ഫോൺ വിളിച്ച്. എത്ര ആളുകൾ കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്. സന്തോഷം. സലാത്ത് ചെല്ലിയിട്ട് തലവാസാത്ത് നൽകിയ ലാഹൗല ചെല്ലിയിട്ട് സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടിയ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്. നമ്മളിത് ചെല്ലാൻ തയ്യാറാകണം. നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്ക് വാട്സാപ്പ് കാണുന്നതൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക നേരം തൊട്ട് വൈകുന്നേരം വരെ. സലാത്തില്ല, നമുക്ക് നേരെയില്ല, ലാഹൗലും ചെല്ലുന്നില്ല, ഒന്നുമില്ല. എങ്ങനെ നമ്മൾ വിജയിക്കും? അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കില്ല. നീ നിന്റെ സമയങ്ങളിൽ അധികവും ഈ വാട്സാപ്പും ഫേസ്ബുക്കിലും യൂട്യൂബിലോട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ. എന്നാൽ അതേ മൊബൈലിൽ തന്നെ ഖുർആൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ഖുർആന്റെ ആ പേജ് ഒന്ന് എടുത്തിട്ടൊന്ന് ഓതലുണ്ടോ? ആ ആപ്പിലേക്ക് കയറലുണ്ടോ? അത് മാത്രമില്ല. എവിടെയാണ് നമ്മൾ റെഡിയാകുന്നത്? എങ്ങനെ നമ്മൾ നന്നാവും സഹോദരങ്ങൾ? അതുകൊണ്ട് നമ്മൾ നന്നായാലേ നമ്മുടെ മക്കള് നന്നാവുകയുള്ളൂ. വാപ്പായും ഉമ്മായി ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ നോട്ടവും നമ്മുടെ ഇരുത്തവും നമ്മുടെ കിടത്തവും നമ്മുടെ നിലനിൽപ്പും ഒക്കെ നമ്മളെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളറിയുന്നില്ല. ഓരോന്നും ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഓർത്തെടുത്തിട്ട് മക്കൾ നമ്മളോട് പറയാൻ. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഓർക്കൂല, എന്നാൽ ഭാര്യയുടെ മുന്നിൽ വെച്ചത് പറഞ്ഞിട്ടുണ്ടാവും. അത് പിന്നീട് അത് ഓർമ്മപ്പെടുത്തി തരുന്ന ഞാൻ എന്തോന്നും പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മക്കളെ പറയുന്നത് വാപ്പ ഇന്നാ പറഞ്ഞിരുന്നു എന്ന് പറയാം. കാരണം അത്രത്തോളം വീക്ഷിക്കാണ് മക്കൾ. നമ്മളത് അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നത്, അവരുടെ മുന്നിൽ നിന്നിട്ടാ കള്ളു കുടിക്കുന്നത്, അവരുടെ മുന്നിൽ നിന്നിട്ടാ ചീത്ത വിളിക്കുന്നത്, അവരുടെ മുന്നിൽ വെച്ചാ മാതാപിതാക്കളെ ശകാരിക്കുന്നത്, അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ മോശമായ രീതിയിൽ ഭാര്യയോട് പെരുമാറുന്നത്, ഭാര്യ നമ്മളോട് തിരിച്ചു പറയുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഈ മക്കൾ കേട്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അവരുടെ മുന്നിൽ വെച്ച് പോലും ശാരീരികമായ ബന്ധപ്പെടൽ നടത്താൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കണം. ഗൗരവമുള്ള വിഷയമാണ് അതൊക്കെ. നിസ്സാരമായി കാണരുത്. ആധുനിക നവതലമുറ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നതാകുന്ന പാശ്ചാത്യ മോഡലുകൾ വരും. അതൊന്നും ദീനിൽപ്പെട്ടതല്ല. അതൊക്കെ മുമ്പ് ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. ശ്രദ്ധിച്ചില്ല എങ്കിൽ മക്കൾ പിഴച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.